കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും ഒരു പ്രാവശ്യം കൂടി വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹീതമായ നിമിഷം കർത്തനാമത്തിൻ്റെ മഹിമയ്ക്കായിട്ട് നമുക്ക് ചിലവഴിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കാം. വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിൻ്റെ പ്രേക്ഷകരെ, ഈ പകൽക്കാലത്തെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ വചനദീപ്തിയിലേക്ക് കടന്നു വന്ന് സാക്ഷിക്കുന്ന നമ്മുടെ കർത്തദാസിദാസന്മാരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. വിഭിന്നങ്ങളായ അനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പങ്കിടുമ്പോൾ കർത്താവ് അവരുടെയൊക്കെ ജീവിതത്തെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും തുടർന്ന് കർത്താവ് അവരെ ഉപയോഗിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കർത്താവിൻ്റെ ദാസി വിജയമ്മ ബാലൻ നമ്മോടൊത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്തദാസി ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഒരു അനുഗ്രഹീതയായ കർത്തദാസിയാണ്. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി വളരെ അത്യുത്സാഹത്തോടെ, ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവളായി, ആത്മാവിൽ എരിവോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു കർത്തദാസിയാണ്. കർത്താവിൻ്റെ ദാസിയെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ദാസിയെ ഞങ്ങൾ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി സാക്ഷ്യ കൂടാരത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരു നിമിഷം കർത്താവിൻ്റെ ദാസിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൻ്റെ ദൈവമേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ അഭിഷിക്തയെ അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. കർത്താവ് അങ്ങയുടെ ദാസിയെ ബലപ്പെടുത്തിയാട്ടെ, ശക്തീകരിച്ചാട്ടെ, അമിത ബലം കൊണ്ട് നിറച്ചാട്ടെ. കർത്താവേ, ജീവിത പശ്ചാത്തലങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടി വിളിച്ചു വേർതിരിച്ചു ഇതുവരെയും കർത്താവ് നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം. കർത്താവ് ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കണമേ. അവിടുത്തെ നാമത്തിൻ്റെ മഹിമയ്ക്കായിട്ട് അതിശക്തമായി ഉപയോഗിക്കുവാനായിട്ട് സമർപ്പിക്കുന്നു. അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, കുടുംബമായി മാനിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസിയെ കർത്താവ് നടത്തിയ വിധങ്ങൾ, തൻ്റെ ബാല്യകാലത്തിലെ നല്ല സ്മരണകൾ, കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ, എങ്ങനെയാണ് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്, ഈ ദിവസം വരെയും അനേക അനുഭവങ്ങൾ ജീവിതത്തിൽ നമ്മുടെ പ്രേക്ഷകരോട് പങ്കിടാൻ കാണുമല്ലോ. ഇന്ന് പകൽക്കാലത്തിങ്കിൽ കർത്താവിൻ്റെ ദാസിക്ക് തൻ്റെ ജീവിത അനുഭവങ്ങൾ പങ്കിടുവാൻ സമയം വേർതിരിക്കുന്നു. കർത്താവിൻ്റെ ദാസിയെ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകൽക്കാലം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു ജീവനുള്ള സാക്ഷിയായി നിൽക്കുവാൻ ദൈവമായ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ ഭാഗ്യ പദവിക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വചന ദീപ്തി സാക്ഷ്യ കൂടാരത്തിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിൻ്റെ ദാസിക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുന്നു. എൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചാൽ, ഞാൻ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നാണ്, ഒരു പാരമ്പര്യമായ ഒരു നായർ തറവാട്ടിൽ നിന്നാണ് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ ദൈവം എനിക്ക് ഇടയാക്കിയത്. എൻ്റെ പിന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, ആ പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ ഞാൻ ചിന്തിച്ചാൽ, എൻ്റെ പിതാവിൻ്റെ പിതാവ്, അവരുടെ പിതാക്കന്മാർ മുതൽ ക്ഷേത്രത്തിലെ ജീവനക്കാരായിരുന്നു. എൻ്റെ വീട് ചോഴിക്കാട് എന്ന് പറയുന്ന സ്ഥലമാണ്. പനച്ചിക്കാട് ക്ഷേത്രത്തിനടുത്താണ് ചോഴിക്കാട്. ഞങ്ങളൊരു അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് താമസം. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ കുടുംബം അമ്പലവാസികളായിട്ടാണ് അവർ ജീവിച്ചു വന്നത്. അവിടെ ക്ഷേത്രത്തിൽ സേവ ചെയ്ത് അവിടെയുള്ള ദേവന്മാരെയൊക്കെ പ്രസാദിപ്പിച്ച്, കാരണം 4 മണി ആകുമ്പോൾ എൻ്റെ പിതാവ് പള്ളി ഉണർത്തൽ എന്ന് പറഞ്ഞ ശംഖ് വിളിക്കുവാനായിട്ട് എൻ്റെ പിതാക്കന്മാർ മുതൽ ആ ക്ഷേത്രത്തിൽ അങ്ങനെ പോയിക്കൊണ്ട് ഇരുന്നിരുന്നു. അതൊക്കെ കണ്ടാണ് ഞാൻ വളർന്നത്. അങ്ങനെയുള്ള ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ, ഒരു അന്യ ആരാധന അല്ലെങ്കിൽ വിഗ്രഹ ആരാധനയിൽ അധിഷ്ഠിതമായ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെടുവാൻ ദൈവം എനിക്ക് കൃപ ഇടയാക്കിയത്. എന്നാൽ ഞാൻ എൻ്റെ പിതാക്കന്മാരിങ്ങനെ ക്ഷേത്രത്തിൽ സേവ ചെയ്യുവാൻ പോകുമ്പോഴും എന്നെ എൻ്റെ അമ്മ, അതായത് ചെറിയ പ്രായം തൊട്ട് ആ ക്ഷേത്രക്കുളത്തിൽ പോയി മുങ്ങി കുളിച്ച് ഈറനുടുത്ത് ആ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ച് ഒരു ഗ്ലാസ് വെള്ളം പോലും തരികയില്ല. അത്ര ഭക്തിയിലും ദൈവഭക്തിയിലൊക്കെയാണ് എൻ്റെ മാതാവ് എന്നെ വളർത്തുവാൻ ഇടയായി തീർന്നത്. എന്നാൽ എൻ്റെ ആ പ്രായത്തിലും ഞാൻ ആ ക്ഷേത്രത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു ചിന്ത വരുമായിരുന്നു. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, ദാവീദ് പറഞ്ഞതുപോലെ, ഞാൻ അമ്മയുടെ ഉദരത്തിൽ
ഉരുവാകുന്നതിന് മുൻപേ ഒരു പടി കൂടി കയറ്റി പറഞ്ഞാൽ ലോക സ്ഥാപനത്തിന് മുൻപേ എൻ്റെ കർത്താവായ യേശുക്രിസ്തു എന്നെ കണ്ടതുകൊണ്ടായിരിക്കാം എൻ്റെ കുഞ്ഞു പ്രായം മുതൽ ഞാൻ ദൈവത്തെ, അതായത് ഇത് സത്യദൈവമാണോ എന്ന ഒരു അന്വേഷണം കൊച്ചു പ്രായത്തിൽ തന്നെ ഞാൻ ആ ക്ഷേത്രത്തിൻ്റെ വിഗ്രഹത്തിന് മുന്നിൽ പോയി നിൽക്കുമ്പോഴും എൻ്റെ ഹൃദയത്തിലൊരു ചിന്തയുണ്ടായിരുന്നു, ഇത് കല്ലല്ലേ, ഇതിൻ്റെ മുഖം ലോഹങ്ങൾ കൊണ്ടല്ലേ മറച്ച് അതിന് പ്രകാശം വരുത്തിയിരിക്കുന്നത്, ഇത് ദൈവമാണോ? ഈ ചിന്ത കുഞ്ഞു പ്രായം തൊട്ട് എൻ്റെ ഹൃദയത്തെ ഭരിക്കുമായിരുന്നു. ഞാൻ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴും വഴി നീളെയുള്ള എൻ്റെ ചിന്ത, ഇത് ദൈവമാണോ, ഇത് ദൈവമാണോ? ഈ ഒരു ചിന്ത എന്നെ ഭരിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ 9 വയസ്സുള്ളപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു റോമൻ കാത്തോലിക്ക കുടുംബം ഉണ്ട്. അവിടെ കുഞ്ഞുങ്ങളുമായി ഞങ്ങൾ ഒന്നിച്ച് എൻ്റെ കൂട്ടുകാരുമായി ആ ഭവനത്തിലെ വീട്ടിലൊക്കെ കളിക്കാൻ പോകുമായിരുന്നു. അവിടെ കളിക്കാൻ പോയ ഒരു ദിവസം അവിടുത്തെ 2 കണ്ണും നഷ്ടപ്പെട്ട, കാഴ്ച നഷ്ടപ്പെട്ട, കണ്ണ് പൊട്ടിപ്പോയ ഒരു അമ്മച്ചി എന്നെ ഒരു ദിവസം വിളിച്ചു. കുഞ്ഞെ, എനിക്ക് ഈ ബൈബിൾ ഒന്ന് വായിച്ചു തരുമോ എന്ന് ചോദിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ബൈബിൾ കാണുന്നത്. അന്ന് ഞാൻ അമ്മച്ചിക്ക് കുറച്ച് വചനങ്ങൾ വായിച്ചു കൊടുത്തു. വചനങ്ങൾ വായിച്ചു കൊടുത്തപ്പോൾ എന്നെ സ്പർശിച്ച ഒരു വചനം, കാരണം ഞാൻ ആദ്യമായിട്ടാണ് യേശു എന്ന പേര് കാണുന്നത്. അപ്പം ഞാൻ അവിടെ വായിച്ചത് ഇങ്ങനെയാണ്, യേശു പറഞ്ഞു, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്ര രക്ഷിക്കുവാൻ വന്നത്. ഈ വചനം എൻ്റെ ഹൃദയത്തിൽ വളരെ സ്പർശിക്കുവാനിടയായി തീർന്നു. അന്ന് എനിക്ക് 9 വയസ്സ് പ്രായമുള്ള എങ്കിലും ഞാൻ അവ 4 കെട്ട് ഉള്ള ആ വീടിൻ്റെ നടുമുറ്റത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ എൻ്റെ ഹൃദയം വല്ലാതെ ഈ പേരിനോട്, യേശു യേശു, എനിക്ക് നിന്നിടത്ത് നിന്ന് ചലിക്കുവാൻ പോലും കഴിയാത്ത ഒരു അനുഭവം, എൻ്റെ ഹൃദയത്തിൽ ഒരു ആകർഷണം. ദൈവവചനം ഇങ്ങനെ പറയുന്നല്ലോ, പിതാവ് ആകർഷിക്കാതെ ആരും പുത്രന്റെ സന്നിധിയിൽ വരുന്നില്ല. ആ വചനപ്രകാരം ദൈവം എൻ്റെ ഹൃദയത്തെ ആകർഷിക്കുവാൻ തുടങ്ങി. ഞാൻ ആ സന്തോഷം കൊണ്ട് ഓടിച്ചെന്ന് എൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് യേശുവിനെ ഇഷ്ടമാണ്, ഞാൻ ബൈബിൾ വായിച്ച് അമ്മച്ചിക്ക് വായിച്ച് കേൾപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു, ഇനി ഒരിക്കലും അവിടെ പോകരുത്, അങ്ങനെ ബൈബിൾ വായിക്കരുത്, നിന്നെ അവിടുത്തെ കൊച്ചുമോനെ കൊണ്ട് കെട്ടിച്ച്, സഹോദരൻ്റെ പേര് അങ്ങനെയാണ് അവിടുത്തെ, അവർ നിന്നെ ക്രിസ്ത്യാനികളാക്കും, നീ പോകരുത് എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും എൻ്റെ ഹൃദയത്തിൽ ആ യേശു എന്ന ഒരു വിത്ത് ദൈവം ഇടുവാനിടയായി തീർന്നു. എന്നാൽ ഞാൻ അതിനുശേഷം സ്കൂളിലൊക്കെ കടന്നു പോകുമ്പോഴും പല പെന്തക്കോസ് ആരാധന ആലയങ്ങളുടെ മുന്നിൽ കൂടി കടന്നുപോയ അനുഭവങ്ങളുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ അറിയാതെ അവിടുത്തെ ആരാധനയും പാട്ടും ഒക്കെ കേട്ട് എനിക്ക് ചലിക്കുവാൻ കഴിയുന്നില്ല, അങ്ങോട്ടും പോകാൻ പറ്റും. അതുപോലെ ഒരു എന്താ പറയുന്ന ഒരു ആകർഷണം എൻ്റെ ഹൃദയത്തിലേക്ക് വരുവാനിടയായി തീർന്നു. എന്നാൽ എൻ്റെ ജീവിത പശ്ചാത്തലം, കാരണം ഞങ്ങൾ എപ്പോഴും ക്ഷേത്രത്തിൽ, എൻ്റെ പിതാവ് മരിച്ചിട്ട് ഇപ്പോൾ 15 വർഷമായി, അതുവരെയും അമ്പലത്തിലെ സേവകനാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് അമ്പലം. ഞങ്ങൾ ഹിന്ദുക്കളുടെ നടുക്കാണ്. ആദ്യ ഫലമായിട്ട് എന്നവണ്ണമാണ് എൻ്റെ കർത്താവായ യേശുക്രിസ്തു ആ ദേശത്ത് നിന്ന് എന്നെ കുടുംബത്തെ വിളിച്ച് വേർതിരിക്കുവാനിടയായി തീർന്നത്. അങ്ങനെ ഞാൻ ആ 9 വയസ്സിൽ കേട്ട യേശു എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും എൻ്റെ ജീവിത സാഹചര്യങ്ങളൊന്നും ആ യേശുവിനെ അറിയുവാനുള്ള യാതൊരു സാധ്യതകളും ഇല്ലാതിരുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ ഞാൻ എൻ്റെ ചെറുപ്രായത്തിലെ ജീവിതാനുഭവം എന്ന് പറഞ്ഞാൽ വളരെയധികം കഷ്ടതയിലൂടെ, പട്ടിണിയിലൂടെ, ഞങ്ങൾ കുറച്ച് സമ്പത്തൊക്കെ ഉണ്ടെന്ന്, സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് വരുമാനങ്ങളൊന്നും പ്രത്യേകിച്ച് വേറെ ഇല്ലായിരുന്നു. കൃഷിയൊക്കെ ചെയ്ത് എൻ്റെ അച്ഛൻ ജീവിച്ചെങ്കിലും വളരെ ദാരിദ്ര്യം അനുഭവിച്ചൊരു കുടുംബമായിരുന്നു. 4 ദിവസത്തോളം പട്ടിണി കിടന്ന് കപ്പ മാത്രം തിന്ന് ഛർദ്ദിച്ച് തലകറക്കി കിടന്ന അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും നമുക്കറിയത്തില്ല ഇതൊക്കെ ദൈവം സ്നേഹിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണെന്ന് അറിഞ്ഞില്ല. എങ്കിലും ആ ഒരു അവസ്ഥയിലൊക്കെ വളർന്നു വന്നു. എൻ്റെ 18ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം നടക്കുവാനിടയായി തീർന്നു. ആ വിവാഹം നടന്ന് ആ ഭവനത്തിലേക്ക് ചെന്നാലും അവിടെയും യേശുവിനെ അറിയുവാനുള്ള യാതൊരു സാഹചര്യങ്ങളും അവിടെയില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ വിവാഹത്തിന് ശേഷം ഒരു 3 വർഷം വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ ആ കുടുംബത്തിൽ സഹോദരങ്ങളോടും മാതാപിതാക്കളോടും ഒക്കെ ആയിട്ട് ജീവിക്കുവാനിടയായി തീർന്നു. എന്നാൽ 3 വർഷത്തിന് ശേഷം ഞങ്ങൾക്കൊരു കുഞ്ഞ് പിറന്നതിന് ശേഷം ഞങ്ങൾ ഒരു ചെറിയ വീട് ഉണ്ടാക്കി അവിടേക്ക് മാറുവാനിടയായി തീർന്നു. എന്നാൽ വെറും 6 മാസത്തെ ആയുസ്സേ ഞങ്ങളുടെ സമാധാനത്തിനവിടെ. കാരണം എൻ്റെ കർത്താവ് സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു. കാരണം ആ കുടുംബജീവിതം നയിച്ച് ഞാനും എൻ്റെ ഭർത്താവും കുഞ്ഞും മാത്രം ഒരു ചെറിയ ഓല വീട്ടിൽ, ഒരു കൊച്ചൊരു കുടിലിൽ ഞങ്ങളവിടെ പാർക്കുവാനിടയായി. എന്നാൽ
ജീവിതത്തിൽ ഒരു 6 മാസത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വളരെ കഷ്ടങ്ങൾ, വളരെ പ്രയാസങ്ങൾ ഞാൻ അനുഭവിക്കുവാൻ ഇടയായി തീർന്നു. കാരണം കുടുംബത്തിൽ താമസിച്ചപ്പോൾ ഭക്ഷണത്തിനും വസ്ത്രത്തിനും ഒന്നിനും ഒരു മുട്ടില്ലായിരുന്നു. എന്നാൽ വേറെ താമസിച്ചപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ വരുമാനം വളരെ ചെറുതായിരുന്നതുകൊണ്ട് വളരെയധികം പട്ടിണിയും ദാരിദ്ര്യവും, ഒരു തുണി മാറി ഉടുക്കുവാനില്ലാതെ ഒരൊറ്റ തുണി കൊണ്ട് ഞങ്ങൾ 6 മാസത്തോളം ഞാനും എൻ്റെ ഭർത്താവും അത് ഞങ്ങൾ ജീവിച്ചു. കാരണം രാവിലെ ഞാൻ ആ മുണ്ടുടുക്കും, രാത്രി എൻ്റെ ഭർത്താവ് വരുമ്പോൾ, ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു തോർത്തുടുക്കും. ആ മുണ്ടുകൊണ്ട് വേണം എനിക്കും ഭർത്താവിനും കുഞ്ഞിനും കൂടെ പുതയ്ക്കാൻ. കാരണം ഞങ്ങൾക്ക് കട്ടിലെ വിരിക്കാൻ ഒരു പായില്ല, ഒരു തുണിയില്ല, കുഞ്ഞിനെ പുതപ്പിക്കുവാൻ ഒരു തുണിയില്ല, പുതപ്പില്ല. അങ്ങനെ ഞങ്ങളൊരു കട്ടിലിൽ ഒരു ചാക്കു വിരിച്ച് അങ്ങനെയാണ് കിടന്നുകൊണ്ടിരുന്നത്. ആ മുണ്ട് ഞങ്ങൾ 6 മാസം കൊണ്ടാണ് അങ്ങനെ ആ ഒരു ഒറ്റ മുണ്ട് കൊണ്ട് ജീവിക്കുവാൻ. അതിൻ്റെ പുറമെ പട്ടിണി, ദാരിദ്ര്യം, ഒരു നേരം പോലും ഒരു നല്ല ഭക്ഷണം കഴിക്കാനില്ലാത്ത, നല്ല ഭക്ഷണം എന്തിനും ഒരു നേരത്തെ കഞ്ഞി പോലും വെക്കുവാൻ നിവൃത്തിയില്ലാത്ത വളരെ കഷ്ടതയിലൂടെ പോകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ബുദ്ധിമുട്ടും പ്രയാസവും എല്ലാം ജീവിതത്തിൽ വന്നപ്പോൾ ഞങ്ങൾ പരസ്പരം തമ്മിൽ പഴിചാരുവാനും പരസ്പരം കലഹിക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. എന്നാൽ അതും നമുക്ക് സഹിക്കാം. എന്നാൽ അങ്ങനെയുള്ള സമയത്തിൽ ഒരു 6 മാസത്തിന് ശേഷം ഞങ്ങളുടെ കുടുംബജീവിതം പോലും തകർന്ന അനുഭവത്തിലേക്ക് വരുവാനിടയായി തീർന്നു. കുടുംബജീവിതം തകർന്നു എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ 2 പേരെ ഉണ്ടെങ്കിലും യാതൊരു ബന്ധവുമില്ലാത്തൊരവസ്ഥ. കാരണം പരസ്പരം കലഹവും വഴക്കുമായപ്പോൾ മനസ്സുകൊണ്ട് ചേരാതെ ഞങ്ങളുടെ ഇടയിൽ ഭിന്നതയും കലഹവും ഒക്കെ ഉണ്ടായി. ജീവിതത്തിൽ നിരാശ മാത്രം. എന്തിനിങ്ങനെ ജീവിക്കണം എന്നുള്ള ചിന്ത എന്നെ ഭരിക്കുവാനിടയായി തീർന്നു. എനിക്ക് മരിക്കണം എന്നുള്ള ഒരേ ഒരു ചിന്ത. ഞാൻ പലപ്പോഴും എൻ്റെ ഭർത്താവിനോട് ഞാൻ പറയും, നിങ്ങൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇന്ന് ഞാൻ ആത്മഹത്യ ചെയ്യും, ഇന്ന് ഞാൻ മരിക്കും, ഞാൻ തൂങ്ങിച്ചാകും, വിഷം കഴിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭീഷണിപ്പെടുത്തുമായിരുന്നു. എന്നാൽ ഞാൻ ജീവിച്ചു വന്ന ഹൈന്ദവ ആചാരങ്ങളിലും സ്വർഗവും നരകവും ഉണ്ട്. എന്നാൽ ആത്മഹത്യ ചെയ്താൽ ഞാൻ നരകത്തിൽ പോകും എന്നെനിക്ക് ഉറപ്പുമുണ്ട്. എന്നാൽ സ്വർഗത്തിലേക്കുള്ള വഴി എനിക്ക് അറിവില്ല. എന്നാൽ അതുകൊണ്ട് തന്നെ ഭയവുമുണ്ട്. എന്നാൽ കഷ്ടതയുടെ ജീവിതം ഒരു 8 വർഷത്തോളം മുന്നോട്ട് പോകുവാൻ ഇടയായി തീർന്നു. ഒരു സമാധാനമില്ല, സന്തോഷമില്ല, പട്ടിണി, ദാരിദ്ര്യം, ഒരു ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അനുഭവങ്ങൾ. ആ അവസ്ഥയിൽ എൻ്റെ ജീവിതത്തിൽ നിരാശ മാത്രം. എന്തിനിങ്ങനെ ജീവിക്കണം, എനിക്ക് മരിച്ചാൽ മതി. ഞാൻ അവസാനം ഒരു തീരുമാനമെടുത്തു, മരിക്കുക തന്നെ. നരകത്തിൽ പോയാലും സ്വർഗത്തിൽ പോയാലും വേണ്ടില്ല, ഇത് നരകത്തിലപ്പുറമുള്ള ഒരു ജീവിതമായത്, അത് വേണ്ട. അങ്ങനെ ഞാൻ മരിക്കുവാൻ ആഗ്രഹിച്ച് ഞാൻ ഒരു രാത്രിയിൽ ഇങ്ങനെ കിടക്കുവാനിടയായി തീർന്നു. കാരണം ഞാൻ രാത്രിയിൽ അന്ന് ഒരു ചെറിയ കയറുമൊക്കെ കണ്ടുവച്ചു, രാത്രിയിൽ തൂങ്ങി മരിക്കണം എന്നുള്ള ചിന്തയോടെ ഞാൻ രാത്രിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ ചിന്തിക്കുവാൻ ഇടയായി തീർന്നു, ഞാൻ ഇത്ര നാളും സേവിച്ച എൻ്റെ ദൈവങ്ങൾ അവർ ദൈവങ്ങളാണോ? വീണ്ടും ആ ചിന്ത എന്നെ ഭരിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോഴാണ് അതോ ഞാൻ 9 വയസ്സിൽ വായിച്ചു കേട്ട ഈ യേശു ക്രിസ്തു ദൈവമാണോ, അതോ അതും കെട്ടുകഥയോ യേശു? ഇങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ട് രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ, മരണത്തെ കാത്തു കിടക്കുമ്പോൾ കർത്താവ് എന്നെ ഒരു ദർശനം കാണിക്കുവാനിടയായി തീർന്നു. കാരണം ഞാൻ സേവിച്ചു നിന്ന സകല ദൈവങ്ങളും, ഞാൻ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ പടം കണ്ടിട്ടുള്ള, പേര് കേട്ടിട്ടുള്ള സകല ദൈവങ്ങളും ഈ ആകാശത്തിൽ വന്ന് അവർ ഇങ്ങനെ വട്ടത്തിൽ അണിനിരന്ന് നിൽക്കുന്നു. ആ കൂട്ടത്തിൽ യേശു ക്രിസ്തു അതിൻ്റെ നടുവിൽ വന്ന് നിൽക്കുകയാണ്. ഞാനിങ്ങനെ അതിനെ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. ഞാൻ അന്ന് വരെ സേവിച്ച എൻ്റെ ദൈവങ്ങൾ ഓരോന്നോരോന്നായി അവിടുന്ന് മാറിപ്പോയി. അവിടെ അവരാരുമില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഈ യേശു ക്രിസ്തു നിന്ന് പ്രകാശിക്കുകയാണ്. ഞാൻ ആ കർത്താവിനെ ഉറ്റുനോക്കിക്കൊണ്ട് കിടക്കുമ്പോൾ ആ കർത്താവിൽ ആ ദർശനത്തിലൂടെ എന്നോട് സംസാരിക്കുകയാണ്, സകല ദൈവങ്ങളും മാറിപ്പോയാലും ഞാൻ മാറ്റമില്ലാത്ത ദൈവമാകുന്നു. ഈ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഞാൻ പെട്ടെന്ന് ഉണർന്നു. എങ്ങനെയെങ്കിലും നേരമൊന്ന് വെളുത്തു കിട്ടിയാൽ മതി. എൻ്റെ ആത്മഹത്യ ചിന്ത മാറിപ്പോയി. വലിയ സമാധാനം, സന്തോഷം. എനിക്കിത് ആരോടെങ്കിലും ഒന്ന് പറയണം, നേരമൊന്ന് വെളുത്തു കിട്ടിയാൽ മതി എന്നുള്ള ചിന്ത എന്നെ ഭരിച്ചു. കാരണം മരിക്കാൻ കിടക്കുന്നതെന്നുള്ള ഓർമ്മ പോലും ഇതിൽ നിന്ന് മാറിപ്പോയി. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ഓടി അടുത്തുള്ള CSCക്കാരുടെ ഭവനത്തിലേക്ക് ഞാൻ ഓടി. അവിടെ ചെന്ന് അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു, എന്താ ഇതിൻ്റെ അർത്ഥം? അമ്മച്ചി പറഞ്ഞു, കുഞ്ഞിനെ കർത്താവ് സ്നേഹിക്കുന്നു, സകല ദൈവങ്ങളും മാറിപ്പോയാലും മാറ്റമില്ലാത്ത ദൈവം കർത്താവാകുന്നുവെന്ന് കുഞ്ഞിനെ ദൈവം വെളിപ്പെടുത്തി തന്നതാണ് എന്ന് ആ അമ്മച്ചി, പ്രായമായ അമ്മച്ചിയോട് പറയുവാനിടയായി തീർന്നു.
അങ്ങനെ ഞാൻ വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ദൈവവചനം പറയുന്നു, നിന്റെ സമാധാനം നദി പോലെ ഒഴുകും. ആ ഒരു അനുഭവത്തിലേക്ക് എൻ്റെ ഹൃദയം വരുവാനിടയായി തീർന്നു. ഈ പ്രശ്നങ്ങളൊന്നും എനിക്ക് പിന്നെ ബാധകമല്ല. കാരണം ഞാൻ സത്യദൈവത്തെ കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ കർത്താവ് അതൊരു വ്യക്തിയെ പറഞ്ഞതല്ല, ഞാൻ ആരുടെ അത് ഊഹാപോഹമല്ല. എൻ്റെ കർത്താവ് എന്നോട് നേരിട്ട് സംസാരിച്ചു. എൻ്റെ കർത്താവ് എനിക്ക് വെളിപ്പെട്ടു തന്നു. അങ്ങനെ ഞാൻ ഏക സത്യ ദൈവമാകുന്ന ഏക രക്ഷകനാകുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനും വിശ്വസിക്കുവാനും ദൈവം ഇടയാക്കി. എന്നാൽ അപ്പോൾ തന്നെ എൻ്റെ ഭർത്താവ് 20 വർഷം മുടങ്ങാതെ ശബരിമലയ്ക്ക് പോകാനിടയായി തീർന്നു. കാരണം കഷ്ടത, സമാധാനമില്ല. പുള്ളി സമാധാനത്തിന് വേണ്ടി കഷ്ടത മാറുവാൻ 20 വർഷം, 1 വർഷം പോലും മുടങ്ങാതെ ശബരിമലയിലേക്ക് കെട്ടെടുത്ത് പോകുവാൻ തുടങ്ങി. എന്നാൽ അവിടെ ഒന്നും ഒരു സമാധാനവും ഞങ്ങൾക്ക് ലഭിച്ചില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചോളം ഞാൻ യേശുവിനെ കണ്ടു, വിശ്വസിച്ചു, അറിഞ്ഞു എങ്കിലും എൻ്റെ അനുഭവം പറഞ്ഞാൽ കഷ്ടത മാറിയില്ല. കാരണം ആ കഷ്ടത വർദ്ധിച്ച് വന്നതേ ഉള്ളൂ. കാരണം വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് വീഴുന്ന ഒരു അനുഭവമായിരുന്നു. കാരണം കഷ്ടത വർദ്ധിച്ചു വന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇതെന്താ? പക്ഷേ എനിക്ക് ഒരു കാര്യം അനുഭവമായി. കാരണം ഈ കർത്താവിനെ ഞാൻ വിശ്വസിച്ചതിന് ശേഷം ഞാൻ ആ യേശുവിനോട് മാത്രം പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരു പിതാവ് തൻ്റെ മക്കൾക്ക് ചോദിക്കുമ്പോൾ കൊടുക്കുന്നത് പോലെയുള്ള അനുഭവം, ഞാൻ എന്ത് ചോദിച്ചാലും അത് നാളത്തേക്കല്ല അന്നന്ന് മറുപടി ലഭിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വളരെ ഭാരപ്പെട്ട ഒരു വിഷയം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. ആ വിഷയം ഞാൻ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. ദൈവമേ, ആ വിഷയത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ, സത്യമാണെങ്കിൽ നീ വെളിപ്പെടുത്തണമേ. എൻ്റെ കർത്താവ് അത് വെളിപ്പെടുത്തി. ആ സത്യം അത് ആ ദിവസങ്ങളിൽ തന്നെ എൻ്റെ മുന്നിൽ അത് വെളിപ്പെടുവാനും, അങ്ങനെ എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, സംസാരിക്കുന്ന ദൈവമാണ് എന്ന് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ഇടയായി. എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്തൊക്കെ എൻ്റെ ഭർത്താവ് എന്നോട് എൻ്റെ ഈ വിശ്വാസമൊക്കെ പതിയെ വെളിപ്പെടാൻ തുടങ്ങി. കാരണം ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് ഒരു യേശുവിൻ്റെ പടമൊക്കെ കൊണ്ട് ഭിത്തിയിലിട്ടു. കാരണം വിഗ്രഹങ്ങളെ കണ്ട് ആരാധിച്ച് പ്രാർത്ഥിച്ചു പോകുന്ന എനിക്ക് ഒരു രൂപം കണ്ട് പ്രാർത്ഥിക്കുന്നത് ആണെന്ന് എനിക്ക് അന്ന് തന്നെ അറിവില്ല. ഞാനത് കൊണ്ടയിട്ടു. എൻ്റെ ഭർത്താവ് അത് മാറ്റിക്കളഞ്ഞു, കീറിക്കളഞ്ഞു. ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു എനിക്കറിയാൻ വയ്യാന്ന് പറഞ്ഞു. എങ്കിലും എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു, ഇവിടെ 2 വിശ്വാസം നടക്കുകയില്ല. ഒന്നുകിൽ ഇവിടെ നീ സാധാരണ രീതിയിൽ ജീവിക്കുക, ഇല്ലെങ്കിൽ നിന്റെ യേശുവായി ഇവിടെ നിന്ന് ഇറങ്ങിക്കോണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വളരെ രഹസ്യമായിട്ട് പിന്നെ പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ കൃപയാൽ വളരെ അനുഭവത്തിലൂടെ 20 വർഷം ഞാൻ എൻ്റെ വീടിൻ്റെ ഉള്ളിലിരുന്ന് യേശുവിനെ ഞാൻ അനുഭവിച്ചറിഞ്ഞു. കാരണം ഞാൻ പുറത്തെങ്ങും പോയില്ല. കാരണം ഞാൻ ഓരോ ദിവസവും വളരെ അധികം വേദനിക്കുക. കാരണം എൻ്റെ കഷ്ടത വർദ്ധിച്ചു. കാരണം എനിക്കൊരു കാര്യം മനസ്സിലായത്, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പട്ടുമെത്തയല്ല, അത് കഷ്ടതയാണ്. കാരണം ആ കഷ്ടതയിലൂടെ മാത്രമേ കർത്താവിനെ കണ്ടുമുട്ടുവാനും ആ കഷ്ടതയിലൂടെ നമ്മളെ ശുദ്ധീകരിച്ച്, കാരണം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, കാരണം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ എഫെസ്യ ലേഖനത്തിൽ പറയുന്നത് പോലെ ലോക സ്ഥാപനത്തിന് മുൻപേ അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ക്രിസ്തു യേശുവിൽ നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ള ആ വചനം അത് നിവൃത്തിയാകണമെങ്കിൽ ഒരു മനുഷ്യൻ ഒരിക്കലും സ്വമേധാ ഇഷ്ടത്തിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിനെ അറിയുവാൻ ഇടയാവുകയില്ല. എന്നാൽ ആ കർത്താവിൻ്റെ സ്നേഹം, ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ കാലസമ്പൂർണ്ണത വന്നപ്പോൾ അവൻ ഭൂമിയിൽ മനുഷ്യനായി പിറന്നു എന്ന് പറഞ്ഞതുപോലെ കർത്താവ് ലോക സ്ഥാപനത്തിന് മുൻപേ എന്നെ തിരഞ്ഞെടുത്ത് കർത്താവിൻ്റെ ഉള്ളിൽ എന്നെ മറച്ചു വെച്ചു. എന്നാൽ ഞാൻ ഭൂമിയിൽ ജനിച്ചു, ദൈവത്തിൻ്റെ സമയമായപ്പോൾ ആ അപ്പൻ്റെ സ്നേഹം എന്നെ തേടി വന്നു. ആ സമയത്ത് എന്നെ പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ദൈവത്തിനറിയാം. ആ കർത്താവ് കഷ്ടതയിലൂടെ, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. അത് നമുക്ക് കഷ്ടത വരുമ്പോൾ നാം മാറി ഭയപ്പെടുകയോ അല്ലെ നിരാശയിലൂടെ ഒന്നും പോകേണ്ട. കാരണം കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ്. ഞാൻ വളരെ അന്നൊക്കെ ഭാരപ്പെട്ടു. കാരണം ഞാൻ ഇങ്ങനെ കർത്താവിൽ വിശ്വസിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ കൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് വളരെയധികം പ്രതികൂലങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി. ഞങ്ങളെ മനസ്സറിയാത്ത കാര്യത്തിന് എൻ്റെ സഹോദരന്മാരും എൻ്റെ മാതാവും പിതാവും എല്ലാം സ്വത്ത് സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ കള്ള കേസ് കൊടുത്ത് ഞങ്ങളെ 2 പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ ഇടയായി. എന്നാൽ അവിടെയൊക്കെയും ഞാൻ എൻ്റെ യേശുവിനെ, എൻ്റെ കർത്താവിനോട് പറഞ്ഞു, ദൈവമേ നീ നീതിമാന്മാർ
നീതിമാന്മാർക്ക് വേണ്ടി ന്യായപാലനം ചെയ്യുന്ന ദൈവമാണ്, ഞങ്ങൾക്ക് വേണ്ടി നീതി വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു. കാരണം പ്രാർത്ഥിക്കാനൊന്നും അറിവില്ല എങ്കിലും ഞാൻ ഈ വചനം ഇത് കണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഇളയ മോൻ ജനിച്ച് അവനെ സ്കൂളിൽ നിന്ന് ഒരു പുതിയ നിയമം കിട്ടുവാനിടയായി. അങ്ങനെ എനിക്ക് വചനം അറിയത്തില്ലല്ലോ, ഞാൻ ഹൈന്ദവ പശ്ചാത്തലത്തിലായിരുന്നത് കൊണ്ട് എനിക്ക് ബൈബിളൊന്നും അറിയത്തില്ല, കണ്ടിട്ടില്ല. എന്നാൽ ഈ വചനം എനിക്കൊരു ദിവസം ചെറിയ ഒരു ബൈബിള് കൊണ്ടു തന്നു. ഞാൻ ഈ ബൈബിളെ തൊടാൻ ആഗ്രഹിച്ചു, അതിൽ നിന്ന് വായിക്കാൻ. പക്ഷേ എൻ്റെ ഹൃദയത്തിലൊരു ചിന്ത, ഞാൻ പാപിയാണ്, ദൈവത്തിൻ്റെ ഈ ബൈബിൾ ഇത് വിശുദ്ധമാണ്, ഇതെ തൊടാൻ എനിക്ക് യോഗ്യതയില്ല. അങ്ങനെ 2-3 പ്രാവശ്യം ഞാൻ ബൈബിളിന് നേരെ കൈ നീട്ടി കൈ പുറകോട്ട് വലിക്കുവാൻ ഇടയായി. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ സംസാരിച്ചു, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്ര രക്ഷിക്കുവാൻ വന്നത്. ആ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവരുവാനിടയായി. പെട്ടെന്ന് ഞാൻ ആ പുസ്തകം എടുത്തു, അത് വായിക്കുവാൻ തുടങ്ങി. ഒന്നും ഗ്രഹിച്ചില്ല എങ്കിലും ദൈവം എനിക്ക് ഭാരപ്പെടുന്ന ഹൃദയത്തിൽ ഞാൻ തകർന്നു പോകും എന്ന് വരുന്ന അവസ്ഥയിൽ ഈ ബൈബിൾ എടുത്ത് ഞാൻ വായിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ആ ബൈബിള് വായിച്ചുകൊണ്ടേയിരുന്നു. ഒന്നും മനസ്സിലാകുകയോ ഗ്രഹിക്കുകയോ ഒന്നും കഴിഞ്ഞില്ലെങ്കിലും കർത്താവ് എൻ്റെ ഹൃദയത്തിൽ ആശ്വാസം ആ വചനത്തിലൂടെ തന്നുകൊണ്ടിരുന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ അറിവില്ല എങ്കിലും അറിയാവുന്നതുപോലെയൊക്കെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുകയല്ല, സംസാരിക്കുക വേണം പറയാൻ. അങ്ങനെ അറിവില്ല, ഞാനെങ്ങും കണ്ടിട്ടില്ല. ഞാൻ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്, ഒരു കൂട്ടായ്മയിലൊന്നും പോയിട്ടില്ല. ആ ഒരു അവസ്ഥയിൽ അങ്ങനെ എൻ്റെ മൂത്ത സഹോദരൻ അവരുടെ പറമ്പിലെ കൃഷിയൊക്കെ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് കള്ളക്കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ ഇടയായി തീർന്നു. പക്ഷേ ഞങ്ങൾ മനസ്സിൽ പോലും ചിന്തിച്ച കാര്യമല്ല. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നു, അവിടെ ഞങ്ങളെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്കെതിരായിട്ട് എൻ്റെ സഹോദരനും എൻ്റെ കള്ള സാക്ഷ്യം പറയാൻ എൻ്റെ മാതാവും ഉണ്ടായിരുന്നു. ഞാൻ ചിന്തിച്ചു, ദൈവമേ, വചനം പറയുന്നല്ലോ, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന വചനമൊക്കെ ഞാൻ ദൈവസന്നിധിയിൽ വന്നു കഴിഞ്ഞ് വായിച്ച് നിലവിളിച്ച് കരഞ്ഞ അനുഭവങ്ങളുണ്ട്. എന്നെക്കുറിച്ച് എൻ്റെ അനുഭവങ്ങൾ എത്ര കാലം മുമ്പേ എൻ്റെ അപ്പൻ എഴുതി വെച്ചിരുന്നു. ഇത് ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അവിടെ ഞങ്ങൾക്ക് വേണ്ടി ദൈവം നീതി ഞാൻ അന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നീതിമാന്മാർക്ക് വേണ്ടി ന്യായപാലനം ചെയ്യുന്ന ദൈവമാണ് അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി നീതി പാലിച്ചു തരണമേ. അങ്ങനെ യാതൊരു ഇതുമില്ലാതെ കേസ് കൊടുത്ത സഹോദരൻ ലജ്ജിച്ച് പോരത്തക്ക വിധത്തിൽ ദൈവം എനിക്ക് വേണ്ടി അവിടെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. അന്ന് വചനമൊന്നും അറിവില്ലെങ്കിലും ആ വചനപ്രകാരം എൻ്റെ ദൈവം എനിക്ക് അവിടെ പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ കേസിൽ അവിടെ തോറ്റ എൻ്റെ സഹോദരൻ വീണ്ടും അടുത്ത കേസ്, കാരണം എൻ്റെ മോളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ മോതിരമിടിയിലൊക്കെ നടത്തി ആ കല്യാണം ഉറപ്പിച്ചു. വളരെ നന്നായി ആ വിവാഹ ചടങ്ങുകളൊക്കെ നടത്തി. എന്നാൽ അതിൻ്റെ ശേഷം ഞങ്ങളോടുള്ള പക പോക്കുവാൻ വേണ്ടിയിട്ട് എൻ്റെ സഹോദരൻ്റെ ഭാര്യയെ കൊണ്ട് മോതിരമിട്ട ചെറുക്കൻ്റെ പേരിൽ മോതിരമിട്ടതിൻ്റെ പിറ്റേ ദിവസം ബലാത്സംഗ കേസ് കൊടുക്കുവാനിടയായി തീർന്നു. എൻ്റെ ആങ്ങളയുടെ ഭാര്യയെ കൊണ്ട് അവിടെ പരാതി കൊടുത്തു. പോലീസുകാർ ഞങ്ങളുടെ വീട്ടിൽ അന്വേഷിക്കാൻ വന്നപ്പോൾ ആ പോലീസുകാർ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ മാതാവ് ഞങ്ങളുടെ വീടിന് മുന്നിലൂടെ പാസ് ചെയ്തു. അപ്പോൾ ആ പോലീസുകാർ എന്നോട് ചോദിച്ചു, ചേച്ചി, ആ പോകുന്ന സ്ത്രീ രണ്ടാനമ്മയാണോ അമ്മായിയമ്മയാണോ? ഞാൻ പറഞ്ഞു, എൻ്റെ പെറ്റ അമ്മയാണ്. ആ സ്ത്രീയാണല്ലോ ഇവിടെ നിങ്ങൾ വീട് കയറി ആക്രമിച്ചു, അവരുടെ മകളെ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഒന്നാം സാക്ഷി ആ സ്ത്രീയാണല്ലോ. ഞാൻ പറഞ്ഞു, എൻ്റെ പെറ്റമ്മയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊക്കെ കുടുംബ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു. അവർ പറഞ്ഞതൊക്കെ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് ഞങ്ങളോട് ദേഷ്യപ്പെട്ടു പോകാനിടയായി തീർന്നു. നിങ്ങൾ സ്റ്റേഷനിൽ വരണം. അപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ വീട്ടിൽ. എന്നാൽ അതിനുശേഷം ഞങ്ങൾ വളരെ തകരുവാനിടയായി തീർന്നു. ലോകത്തിൽ ഇങ്ങനെ ഒരു പഴഞ്ചൊല്ല് പറയും, കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. ഞാൻ ചിന്തിച്ചു, ദൈവമേ, കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ്, എന്നാൽ എൻ്റെ പെറ്റ അമ്മ എനിക്കെതിരായി. അതെല്ലാം സ്വത്ത് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളായിരുന്നു. അവിടെയും ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് നിന്റെ വചനം പറയുന്നുവെങ്കിൽ നീ സത്യദൈവമെന്നും ഞങ്ങളിത് ചെയ്തിട്ടില്ല എന്നും ഉള്ള സത്യം നീ തെളിയിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ അത്ഭുതകരമായി ഞങ്ങൾ 4-ാം ദിവസം, അപ്പോൾ ഈ 4 ദിവസത്തെ ശേഷമാണ് ഞങ്ങൾ സ്റ്റേഷനിൽ ചെല്ലേണ്ടത്. എന്നാൽ ഈ 4 ദിവസത്തിനകം, കാരണം മകളുടെ മോതിരമിടിയിൽ കഴിഞ്ഞു, നാട് മുഴുവൻ അറിഞ്ഞു, അനേകരും ഒന്ന് പങ്കെടുത്ത ഒരു വിവാഹ നിശ്ചയമായിരുന്നത്. ഇത് കല്യാണം കാരണം ഞാൻ ചിന്തിച്ചത്, എൻ്റെ മരുമകനാകാൻ പോകുന്ന വ്യക്തിയെ പോലീസ് തേടി അവൻ്റെ പേരിലും ഞങ്ങളുടെ പേരിലുമാണ് കേസ് കൊടുത്തത്. മരുമകനെ തേടി അവൻ്റെ നാട്ടിൽ ചങ്ങനാശ്ശേരിയിൽ പോലീസുകാർ ചെന്നു. അവിടെ ചെന്ന് അന്വേഷിച്ചു.
അപ്പോൾ അവർ അത്ഭുതം, അവരെ ഇന്നലെ മോതിരയിട്ട ചെറുക്കനെ തേടി പോലീസ് വന്നിരിക്കുന്നു. കാര്യം ഇതാ, ബലാത്സംഗ കേസ്. ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഞാൻ തകർന്നു പോയി. കാരണം എൻ്റെ ഭർത്താവ് പറഞ്ഞു, നമുക്കിനി ജീവിച്ചിട്ട് കാര്യമില്ല, നാണം കെട്ടായി കല്യാണം നടക്കുകയില്ല. എന്നോട് പറഞ്ഞു, നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്ത് നമുക്ക് മരിക്കാം, ഇനി ഇതല്ലാതെ എൻ്റെ മുന്നിലൊരു പോംവഴിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പോയി ബൈബിൾ എടുത്തപ്പോൾ എൻ്റെ കണ്ണിൽ ഉടക്കിയ ഒരു വചനം ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ സർവ്വ ലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? ഈ വചനം എന്നെ ശക്തീകരിച്ചു. ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, നമുക്ക് മരിക്കണ്ട, ഇതെല്ലാം സഹിക്കാനുള്ള ഒരു ശക്തി തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 4-ാം ദിവസം പോലീസ് സ്റ്റേഷൻ ചെന്നു. അവിടെ ചെന്നപ്പോൾ സർക്കിള് ഞങ്ങളോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ കേസ്? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കല്ല, ഞങ്ങളുടെ പേരിലാണ് കേസ്. അപ്പോൾ കേസ് കൊടുത്ത എൻ്റെ ആങ്ങളെയും ഭാര്യയും, ഭാര്യയുടെ ആങ്ങള അവിടുത്തെ ഒരു പോലീസുകാരനായതുകൊണ്ട് അവർക്ക് ബലമുണ്ടായിരുന്നു, ഞങ്ങളോട് കൂടെ ആരുമില്ലായിരുന്നു. എന്നാൽ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളോട് ആ സർക്കിള് ചോദിച്ച അതിൻ്റെ എല്ലാ പ്രകാരം അന്വേഷിക്കാൻ വന്ന പോലീസുകാരെ അവർ വിളിച്ചു വരുത്തുവാൻ ഇടയായി തീർന്നു. അപ്പോൾ അവർ വന്നപ്പോൾ ചോദിച്ചു, എവിടെ ഇവരുടെ പേരിലുള്ള പരാതി? അവർ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു, പക്ഷെ ഇപ്പോൾ കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ വന്ന പോലീസുകാർ, ഒരാൾ തലയിൽ ഇങ്ങനെ മുണ്ടിട്ട് കെട്ടിയിട്ടുണ്ട്, തല സ്റ്റിച്ചൊക്കെ ഉണ്ട്, ഒരു പോലീസുകാരൻ്റെ കൈ ഒടിഞ്ഞ് കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, ഇതാ ഇവരെ അന്വേഷിക്കാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു കാര്യം മനസ്സിലായി, അവർ ആ പോലീസ് സ്റ്റേഷൻ അരിച്ചു പിറക്കിയിട്ട് അങ്ങനെ ഒരു പരാതി അവിടെ ഇല്ല. കാരണം ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ, നീ തന്നെ വഴിയും സത്യവും ജീവനുമാണെങ്കിൽ നീ സത്യദൈവമെങ്കിൽ സത്യം വെളിപ്പെടുത്തണം. അങ്ങനെ സത്യദൈവമെന്നും ഞങ്ങൾ ചെയ്യാത്ത തെറ്റ് അത് സത്യമാണെന്ന് ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് എൻ്റെ അപ്പൻ അവിടെ തെളിയിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ കാരണം ആ പോലീസ് സ്റ്റേഷൻ അരിച്ചു പറക്കിട്ട് ഇങ്ങനെ ഒരു പരാതിയില്ല. അവസാനം പരാതിക്കാരോട് ചോദിച്ചു, എൻ്റെ ആങ്ങളയുടെ ഭാര്യയോടാണ് ചോദിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് ഇവരുടെ പേരിലുള്ള പരാതി? അപ്പോൾ എൻ്റെ സഹോദരി പറയുകയാണ്, ഞങ്ങൾക്ക് ഇവരുടെ പേരിൽ ഒരു പരാതിയുമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ നാവിലൂടെ ആ സത്യം വെളിപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. സർക്കിൾ പറഞ്ഞു, നിങ്ങൾക്ക് പോകാം, നിങ്ങളുടെ പേരിൽ ഇവർക്കൊരു പരാതിയുമില്ല. ഒരു ഒപ്പ് പോലും എഴുതി ഇടിയിക്കാതെ ഞങ്ങളെ ഭവനത്തിലേക്ക് മടക്കി അയച്ചു. ഞാൻ അപ്പോൾ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, കണ്ടോ, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ യേശു സർവശക്തിയുള്ള ദൈവമാണ്, എൻ്റെ യേശുവാണ് നമ്മളെ രക്ഷിച്ചത്. കാരണം ദാനിയേലിനെതിരെ രേഖ എഴുതി എന്ന് കണ്ടപ്പോൾ അവൻ 3 നേരവും യെരുശലേമിൻ്റെ കിളിവാതിലുകളെ തുറന്ന് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. നമ്മൾ അത്രയൊന്നും ഇല്ല എങ്കിലും ദൈവം അതെ തന്ന കൃപയ്ക്കൊത്തവണ്ണം അറിയാവുന്നതുപോലെ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്കെതിരെ ശത്രു കൊണ്ടുവന്നതായ രേഖയെ അത് ദൈവം മാറ്റി എഴുതി സത്യദൈവമെന്നും ഞങ്ങൾ ചെയ്യാത്ത തെറ്റ് അത് ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നുമുള്ള സത്യം ദൈവം അവിടെ വെളിപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ കർത്താവിനെ വിശ്വസിക്കാൻ പറ്റുമോ? കാരണം എൻ്റെ ഭർത്താവ് വളരെ ശക്തമായ എതിരാളിയായിരുന്നു. കർത്താവിനെ സേവിക്കുന്നത് ഭർത്താവിന് ഇഷ്ടമല്ല. എങ്കിലും എന്നെ ഞാനൊന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടാൽ, വചനം വായിക്കുന്നത് കണ്ടാൽ എൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും വലിയ ശിക്ഷയാണ് എന്നോട് മിണ്ടുകയില്ല, ഭക്ഷണവും കഴിക്കത്തില്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു. ഞാൻ വളരെ വേദനിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് നാൾ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കെ എനിക്ക് ഈ യേശുവിനെ ഞാൻ വിശ്വസിച്ചത് നാൾ മുതൽ ഞാൻ ക്രിസ്ത്യാനി എന്ന് പേരുള്ള ഒരു വ്യക്തിയെ കണ്ടാൽ ഞാൻ അവരോട് പറയും, എനിക്ക് യേശുവിനെ ഇഷ്ടമാണ്, എവിടെയെങ്കിലും ഒരു പ്രാർത്ഥനയുണ്ട് എന്നെ അറിയിക്കണേ. കാരണം ഭർത്താവ് അനുവദിക്കത്തില്ലെന്നറിയാം. എങ്കിലും എൻ്റെ ആഗ്രഹം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ കടന്നിരുന്നു. ഞാനിങ്ങനെ ചിന്തിക്കും, എവിടെയുണ്ടൊരു പ്രാർത്ഥന, എവിടെ ഇന്ന് പോകാൻ പറ്റും? അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം വഴിയിൽ കൂടെ, വീടിൻ്റെ മുന്നിൽ കൂടെ 4 സഹോദരിമാർ കടന്നു വരുവാനിടയായി. അവരെ ഞാൻ വിളിച്ചു, നിങ്ങൾ വന്ന് എന്നോട് യേശുവിനെ കുറിച്ചൊന്ന് പറയുമോ? അങ്ങനെ ചോദിച്ച് ഞാൻ അവരെ വീട്ടിൽ വിളിച്ചു കയറ്റി. ആ വിളിച്ചു കയറ്റിയ സമയത്താണ് എൻ്റെ ഭർത്താവ് വീട്ടിലേക്ക് വരുവാനിടയായി. അപ്പോൾ എനിക്ക് മനസ്സിലായി, മുഖം കണ്ടപ്പോൾ മനസ്സിലായി എൻ്റെ ഭർത്താവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, പൊക്കോ, എൻ്റെ ഭർത്താവിന് ഇഷ്ടമല്ല, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. അവരെ ഇറങ്ങി മുറ്റത്ത് ഇറങ്ങിയപ്പം എൻ്റെ ഭർത്താവ് പറഞ്ഞു, ഇങ്ങനെയാണോ സഹോദരിമാരൊരു വീട്ടിൽ വന്നാൽ പ്രാർത്ഥിക്കാതാണോ പോകുന്നത്? നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോകാൻ പറഞ്ഞു. ഞാൻ ഓർത്തു പുള്ളി ഇഷ്ടം കൊണ്ട് പറഞ്ഞതാണ് എന്ന് വിചാരിച്ചു. ഞാൻ വളരെ സന്തോഷത്തോടെ അവരെ വീണ്ടും വിളിച്ച് വിരക്കകത്തിരുത്തി കാപ്പിയൊക്കെ കൊടുത്ത് അവരോട് വചനം കേട്ട് അവർ പ്രാർത്ഥിച്ച് ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ അവരോട് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഇനിയും വരണം. അപ്പം അവർ വരാമെന്ന് പറഞ്ഞ് വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് പറയുക, ഇറങ്ങടി ഇവിടുന്ന്, നീ അല്ലേ അവരെ ക്ഷണിച്ചത്, നീ തന്നെ അവരോട് ചെന്ന് പറയുക, അതിരിൽ ഇനി കയറരുതെന്ന് പറയാൻ പറഞ്ഞു. അപ്പോഴാണ് എനിക്കിത് ചതിയായിരുന്നെന്ന് മനസ്സിലായത്.
ഞാൻ വളരെ വേദനയോടെ, കാരണം എൻ്റെ ഹൃദയത്തിൽ അപ്പോഴുണ്ടായ ചിന്ത, എൻ്റെ യേശുവിനോട് ഞാൻ നേരിട്ട് പറയുന്ന ഒരു അനുഭവമാണ്. എനിക്ക് തോന്നിയത്, എൻ്റെ ആ യേശുവിനോട് ഇവിടെ കയറരുതെന്ന് പറയുന്ന ഒരു ഫീലിംഗ് എനിക്കുണ്ടായി. ഞാൻ കരഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് പറഞ്ഞു, ഇനി നിങ്ങൾ വരണ്ട, ഭർത്താവിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു വന്ന് ചാണകം മെഴുകിയ തറയിൽ കമന്ന് കടന്ന് ഉരുണ്ട് കരഞ്ഞു, യേശുവേ എന്നോട് ക്ഷമിക്കണം, ഞാൻ പറഞ്ഞു പോയി, എന്നോട് ക്ഷമിക്കണം. ഞാൻ അങ്ങനെ കിടന്ന് കരഞ്ഞ് ഞാൻ മയങ്ങിപ്പോയപ്പോൾ എൻ്റെ കർത്താവ് എന്നെ ഒരു ദർശനം കാണിക്കുവാൻ ഇടയായി തീർന്നു. അത് ഭയങ്കരമായൊരു ദർശനമായിരുന്നു. കാരണം ഞാൻ കണ്ട ദർശനം ആകാശത്തോളം, നിലത്തു നിന്ന് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഒരു തീ പർവ്വതം. അത് തീയാ പർവ്വതം മുഴുവൻ. അത് താഴെ തറ വരെയും ആ തീയാണ്, ശോഭയാണ്, സ്വർണ്ണ തെരുവീതിയാണ്. അതിൻ്റെ താഴ്വാരത്തിൽ മുഴുവൻ സ്വർണ്ണ തെരുവീതിയാണ്. ആ തെരുവീതിയിൽ കൂടെ ഞാൻ നോക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു മുന്നിൽ. കാരണം ഞാൻ അന്ന് വെളിപ്പാട് പുസ്തകം വായിച്ചിട്ടില്ല, ബൈബിള് മുഴുവനും വായിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ എനിക്ക് ഒരു അറിവും അതിനെക്കുറിച്ചില്ല. ഞാൻ നോക്കുമ്പോൾ യേശുക്രിസ്തു തോളുവരെ പഞ്ഞി പോലത്തെ മുടിയുള്ള യേശുക്രിസ്തു, നിലയങ്കി, നിലകളുള്ള ഒരു വെള്ള ഉടുപ്പ്, അത് തീ പോലെ, അതായത് നമ്മളൊരു ഷോൾ ഇടുമ്പോൾ അത് എങ്ങനെ പുറകോട്ട് പോകും അതുപോലെ തീജ്വാല തൻ്റെ ശരീരത്തിൽ കൂടെ ഇങ്ങനെ പുറകോട്ട്. അപ്പോൾ ഇങ്ങനെ അത് കാറ്റടിക്കുമ്പോൾ തീജ്വാല പോലെ ഇത് പുറകോട്ട് ഇങ്ങനെ പോവുക. ആ യേശുക്രിസ്തുവിൻ്റെ മുട്ടിന് താഴെ ഞാൻ നോക്കുമ്പോൾ കാലിന് വേറൊരു കളറ്. അന്ന് എനിക്കറിവില്ല വെള്ളോട്ടൊരു സദൃശമായ കാലുള്ളവൻ. പിന്നീട് വായിച്ചപ്പോൾ മനസ്സിലായി ആ കാല്, ആ പാദമൊന്നും എനിക്ക് വ്യക്തമായില്ല. പക്ഷേ തൊട്ടു പുറകിൽ 12 ശിഷ്യന്മാർ, അവരും മുഴുവനും തീജ്വാല പോലത്തെ ശരീരം, സ്വർണ്ണ വസ്ത്രങ്ങളാണ്, തീജ്വാലയാണ് അവരുടെ ശരീരങ്ങൾ. അവരും യേശുവിനെ പോലെ തന്നെ തോളറ്റം മുടിയുള്ള. അങ്ങനെ ഈ യേശുവും 12 ശിഷ്യന്മാരും കൂടെ അതിശീഘ്രം ആ സ്വർണ്ണ തെരുവീതിയിലൂടെ പാഞ്ഞു പോവുകയാണ്. ഞാൻ ഉറക്കത്തിൽ കിടന്ന്, യേശുവേ നിൽക്കണേ, ഞാനും വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ച് കണ്ണു തുറന്നപ്പോൾ ഞാൻ ചാണകം മെഴുകിയ തറയിൽ കരഞ്ഞു കിടക്കുന്ന ഒരു അനുഭവം. ആ ദർശനം എന്നെ ശക്തീകരിച്ചു. കാരണം ഇന്നല്ലേ നാളെ ഞാൻ എൻ്റെ യേശുവിൻ്റെ പുറകെ പോകും. ആ ഒരു ദൃഢനിശ്ചയം ഞാൻ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് അന്ന് ദൈവം തന്നു. അന്ന് മുതൽ ഞാൻ എല്ലാവരോടും പറയും, എവിടെയേലും ഒരു പ്രാർത്ഥനയുണ്ടെ അറിയിക്കണേ. അങ്ങനെ പറഞ്ഞ്, അപ്പോഴും ശക്തമായ എതിർപ്പാണ്. ഞാൻ എൻ്റെ ഭർത്താവിനോട് ചോദിച്ചു, ഞാൻ എവിടെയേലും ഒരു പ്രാർത്ഥനയ്ക്ക് പോകട്ടെ? ഇല്ല, നടക്കുകയില്ല, ഇവിടെ നടക്കുകയില്ല. കാരണം മകളുടെ ആ വിവാഹം, ആ കേസിൻ്റെ ശേഷം മകളുടെ, ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് ഇനി ഈ വിവാഹം നടക്കുന്നെങ്കിൽ നടക്കട്ടെ, ഇല്ലെങ്കിൽ ദൈവമേ അങ്ങയുടെ ഹിതം എന്തോ അത് മതി എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തിന് വേണ്ടി ആ കാര്യങ്ങൾ ദൈവത്തിൻ്റെ കയ്യിൽ സമർപ്പിച്ചു. ഞാൻ വിചാരിച്ചു, ഞാൻ ആ കെട്ടാൻ പോകുന്ന ചെറുക്കൻ്റെ വീട്ടുകാരെ ഞാൻ എൻ്റെ സ്ഥാനത്ത് കണ്ട് ഞാൻ ചിന്തിച്ചു, ഞാനാണെങ്കിൽ എൻ്റെ മകൻ മോതിരം ഇട്ട സമയത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരുന്ന ആ അവസ്ഥയിൽ ഞാനാണെങ്കിൽ പിന്നെ ആ മകന് വേണ്ടി ആ പെണ്ണു വീട്ടുകാരുമായിട്ട് സഹകരിക്കത്തില്ല. കാരണം ആ കല്യാണം ഞങ്ങൾ വേണ്ട എന്ന് വെക്കും. ഞാൻ അപ്പനോട് പറഞ്ഞു, കർത്താവേ നീ സത്യം തെളിയിച്ചു, ഇനി വിവാഹം നടക്കുന്നെങ്കിൽ നടക്കട്ടെ. അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ, എൻ്റെ കുഞ്ഞുങ്ങളും ഞാനും എല്ലാം രോഗിയായിട്ട് പിന്നെ ആശുപത്രിയിലായി. മനസ്സ് വേദന നിമിത്തം, ടെൻഷൻ നിമിത്തം അങ്ങനെ രോഗിയായി ആശുപത്രിയിൽ കിടക്കുവാനിടയായി തീർന്നു. അങ്ങനെ 7ാമത്തെ ദിവസം എൻ്റെ മരുമകനാകാൻ പോകുന്ന ആ പയ്യൻ്റെ അച്ഛൻ എൻ്റെ വീട്ടിലേക്ക് വരുവാനിടയായി തീർന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവമേ കല്യാണം വേണ്ടെന്ന് പറയാൻ വരുക. ഞാൻ വളരെയധികം ടെൻഷനായി. ഞാൻ പെട്ടെന്ന് വീടിനകത്ത് കയറി ഇരുന്നു. ഒരു മുഖവരെയും കൂടാതെ ആ പിതാവ് എന്നോട് പറയുകയാണ്, ഞങ്ങൾ എന്ത് നാണക്കേട് സഹിച്ചും ഈ കല്യാണം നടത്താൻ തീരുമാനിച്ചു. എൻ്റെ മകൻ കാരണം, അല്ലെ ഞങ്ങൾ കാരണം ഞങ്ങളുടെ മകളുടെ ഭാവി പോകത്തില്ല എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ഹിതം ആ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ആ വിവാഹം തന്നെ നടക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവൻ അന്ന് ഓട്ടോ ഓടിക്കുകയാണ്. അപ്പോൾ ഈ നാണക്കേട് കാരണം എൻ്റെ ഭർത്താവ് പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല. വണ്ടി വീട്ടിലിട്ട് കിടക്കുകയാണ്. വീട്ടിൽ തീ പുകയുന്നില്ല. നെടുവീർപ്പുകളും കണ്ണുനീരും മാത്രമേ അവിടെ ഉള്ളൂ. ആ അവസരത്തിൽ ശത്രുക്കളുടെ മുൻപാകെ മേശ ഒരുക്കുന്ന ദൈവം എൻ്റെ ഭർത്താവിന് ഒരു അപേക്ഷ പോലും കൊടുക്കാതെ എംപ്ലോയ്മെൻറ്റിൽ നിന്നും ഒരു ഇൻ്റർവ്യൂവിന് ഒരു കാർഡ് വന്നു. എന്നോട് പറഞ്ഞു, എനിക്കൊരു പോസ്റ്റ് ഓഫീസിലേക്കുള്ള ജോലിക്കുള്ള ഇൻ്റർവ്യൂ കാർഡാണ്, ഞാൻ അപേക്ഷയൊന്നും കൊടുത്തിട്ടില്ല, സീനിയോറിറ്റി അനുസരിച്ച് അവർ വിളിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് പോയി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവ് അന്വേഷിച്ചിട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, 10,000 രൂപ ഡൊണേഷൻ കൊടുക്കണം. കാരണം കരിസ്മാറ്റിക് സഭയുടെ ഒരു പ്രവർത്തകനാണ്, ഒരു ദൈവദാസനാണ് അവിടെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്, അവിടുത്തെ ഓഫീസർ. അപ്പോൾ എന്നോട് പറഞ്ഞു, 11 ഉദ്യോഗാർത്ഥികളുണ്ട്, ഒരാളെ മതി. അപ്പോൾ എന്നോട് പറഞ്ഞു, 10,000 രൂപ കൊടുത്താൽ എനിക്ക് ജോലി കിട്ടും, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഇപ്പോൾ? അപ്പോൾ മോൾക്ക് സ്ത്രീധനം കൊടുക്കാൻ വെച്ചിരുന്ന 50,000 രൂപയിൽ 10,000 രൂപ എടുത്തു കൊടുത്താൽ എനിക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല,
എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. എൻ്റെ യേശു സകലത്തിനും മതിയായവനാണ്. 10 രൂപ കൊടുക്കാതെ ഈ ജോലി നിങ്ങൾക്ക് ദൈവം തന്നാൽ നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു, ഓ ഇത് എങ്ങനെ നടക്കാനാ, 15,000 കൊടുക്കാൻ അവിടെ ആളുണ്ട്. അന്നേരം നിൻ്റെ യേശു എനിക്ക് 10 രൂപ മുടക്കാതെ തരുന്നത്. എന്നെ ശ്രവിക്കുന്ന ശ്രോതാക്കളോട് ഞാൻ പറയട്ടെ, എൻ്റെ ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ പറയട്ടെ, എൻ്റെ ഭർത്താവ് ഇൻ്റർവ്യൂവിന് പോയി 10 പേരെയും ഇൻ്റർവ്യൂ ചെയ്തു. 11ാമതാണ് എൻ്റെ ഭർത്താവിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഞാൻ പോയപ്പോൾ എൻ്റെ ഭർത്താവിനോട് ചോദിച്ചായിരുന്നു, ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കട്ടെ? നീ പ്രാർത്ഥിയില്ല, എന്നെ പരിഹസിച്ചു പുള്ളി. ഞാൻ പറഞ്ഞു, ഇത്ര എനിക്ക് പ്രാർത്ഥിക്കാൻ അറിവില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞു, യേശുവിൻ്റെ ഒരു ദാസനാണ് അവിടെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. യേശു പറയണം എൻ്റെ ഭർത്താവിന് ജോലി കൊടുക്കാൻ. എനിക്ക് ഇത്ര അറിയത്തുള്ളായിരുന്നു. അങ്ങനെ പറഞ്ഞു. പുള്ളി പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് പോയി ഇൻ്റർവ്യൂ വന്ന ശേഷം, കാരണം എൻ്റെ ഭർത്താവിനെ ഇൻ്റർവ്യൂ ചെയ്ത ആ ദേവദാസൻ പറഞ്ഞു, താൻ വന്നപ്പം തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക, താനൊരു പാവ മനുഷ്യനാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തനിക്ക് ഞാൻ ഈ ജോലി തരാൻ തീരുമാനിച്ചു. 10 രൂപ ഇതിൻ്റെ പേരിൽ മുടക്കിയെന്നറിഞ്ഞാൽ, ചെലവാക്കിയെന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. അങ്ങനെ 1 രൂപ കൊടുക്കാതെ എൻ്റെ ഭർത്താവിന് അന്ന് തന്നെ അപ്പോയിൻറ്റ്മെൻ്റ് ഓർഡർ എഴുതി കൊടുത്തിട്ട് എൻ്റെ മോളുടെ കല്യാണത്തിൻ്റെ തലേ ദിവസം ജോയിൻ്റ് ചെയ്യുവാനിടയായി തീർന്നു. നമ്മുടെ ദൈവത്തിൻ്റെ ശക്തി എത്ര മഹത്വകരമാണ്! കാരണം അവൻ മഹാദൈവമാണ്, സർവശക്തിയുള്ള ദൈവമാണ്. അവൻ സകലത്തിനും മതിയായവനാണ്. കർത്താവിന് കഴിയാത്ത ഒരു കാര്യമില്ല. ഞാൻ എൻ്റെ വീടിൻ്റെ ഉള്ളിലിരുന്നാണ് ഇതെല്ലാം അനുഭവിക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ ദൈവവചനം വായിച്ചപ്പോൾ ചില വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഇടപെടുവാൻ തുടങ്ങി. ഞാൻ വചനം സുവിശേഷങ്ങളൊക്കെ വായിച്ചപ്പോൾ അതിനകത്ത് നിന്ന് 1-2 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുവാൻ ഇടയായി തീർന്നു. യേശു പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കട്ടെ. ആ ഒരു വചനം വീണ്ടും യേശു പറഞ്ഞു, എൻ്റെ നാമനിമിത്തം നിങ്ങൾക്ക് അപ്പനോ അമ്മയോ മക്കളോ നിലങ്ങളോ നഷ്ടപ്പെട്ടാൽ ഈ ഉപദ്രവങ്ങളോടുകൂടെ ഈ ഭൂമിയിൽ 100 മടങ്ങ് പ്രതിഫലവും വരുവാനുള്ള ലോകത്ത് നിത്യജീവനും ലഭിക്കാത്തവൻ ആരുമില്ല. അന്ന് നിത്യജീവൻ എന്ന് പറഞ്ഞാലൊന്നും എനിക്കറിവില്ല. ഒരു ദൈവത്തിൻ്റെ ഒരു നല്ല കാര്യമാണെന്ന് മാത്രമേ അറിയത്തുള്ളൂ, ഒന്നും അറിവില്ല. വീണ്ടും കർത്താവ് പറയുന്നു, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ മക്കളെയോ പ്രിയപ്പെടുന്നവർ എനിക്ക് യോഗ്യനല്ല. ഈ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ കിടന്നുകൊണ്ട് ഇടപെടാൻ തുടങ്ങി. എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന അനുഭവം. ഒരു ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ ഇറങ്ങിപ്പോ. എനിക്ക് അന്ന് അറിവില്ല പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതെന്ന്. എൻ്റെ ഹൃദയം പൊട്ടിപ്പോവുക, നീ ഇറങ്ങിപ്പോ. ഞാൻ എൻ്റെ ഭർത്താവിനോട് ചോദിച്ചു, ദൈവം ഇത്രയും കാര്യങ്ങൾ നമുക്ക് നന്മ ചെയ്തില്ലേ, നമ്മളെ വിടുവിച്ചില്ലേ, സത്യദൈവം എന്ന് തെളിയിച്ച് തന്നില്ലേ, നിങ്ങൾക്കൊരു ജോലി തന്നില്ലേ, മോളുടെ കല്യാണം നടത്തിയില്ലേ, എണ്ണി ദൈവം ചെയ്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഞാനൊരു പ്രാർത്ഥനയ്ക്ക് പോകട്ടെ എന്ന് ചോദിച്ചു. നടക്കുകയെന്ന് പറഞ്ഞു. ഇനി ആ നാണക്കേടും കൂടെ ഉള്ളൂ, ബാക്കിയെല്ലാം തികഞ്ഞിരിക്കുക. ഇനി ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. ഇത്രയും നാൾ നീ വീടിൻ്റെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിച്ചിട്ടല്ലേ നിന്റെ ദൈവം കേട്ടത്, ഇനിയും അത് മതി. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഇനി നിൽക്കത്തില്ല. എന്നോട് ചോദിച്ചു, നീ പോയാൽ എവിടെ പോകും? ഞാൻ പറഞ്ഞു, പോയാൽ ഞാൻ ബെന്തിക്കോസുകാരുടെ പോകത്തുള്ളൂ. അവരാണ് യേശുവിന് ഏറ്റവും ഇഷ്ടമുള്ള മക്കൾ. എനിക്ക് അതാ ഇഷ്ടം. തീർന്നു, ആ നാണക്കേടൂടെ മതി, നീ ചെല്ല്, കൊട്ടാനം തുള്ളാനം നടക്ക് എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ അപ്പൻ എന്നെ ഇരുത്തിയില്ല. എൻ്റെ കർത്താവിന് ഞാനൊരു തീരുമാനമെടുത്തു, അപ്പാ എന്നെ ഇനി എൻ്റെ ഭർത്താവ് ഉപേക്ഷിച്ചാലും ഞാൻ എൻ്റെ അപ്പന് വേണ്ടി ജീവിക്കുമെന്നുള്ളൊരു തീരുമാനം ഞാൻ ഹൃദയത്തിലെടുത്തു. എൻ്റെ ഭർത്താവ് മോളുടെ കല്യാണം കഴിഞ്ഞ് അവൾ പോയി, കുഞ്ഞ് സ്കൂളിൽ പോയി, എൻ്റെ ഭർത്താവ് ജോലിക്കും പോകാൻ തുടങ്ങി. ഞാൻ എന്ത് ചെയ്തു, ഒരു ലെറ്റർ എഴുതി ഞാൻ മേശപ്പുറത്ത് വെച്ചു. എൻ്റെ ഭർത്താവ് ജോലിക്ക് പോയി കഴിഞ്ഞൊരു എഴുത്തെഴുതി മേശപ്പുറത്ത് വെച്ചു. ഇനി എൻ്റെ യേശുവിനെ എനിക്ക് തള്ളുവാൻ കഴിയത്തില്ല. ഇനി ഞാൻ ജീവിക്കുന്നെങ്കിൽ ജീവിക്കട്ടെ, മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചാൽ എൻ്റെ കുഞ്ഞിനെ കൈക്ക് പിടിച്ച് ഞാൻ വീട്ടുജോലി ചെയ്തായാലും ഞാൻ ജീവിക്കും. ഇനി ഞാൻ മരിക്കുകയില്ല. ഞാനൊരു പ്രാർത്ഥനയ്ക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ മോളുടെ ഒരു കൂട്ടുകാരിയുടെ അമ്മ മുഖാന്തരം ഞാൻ ഒരു സ്ഥലത്ത് ഒരു കൂട്ടായ്മയിൽ, CSIക്കാരുടെ കൂട്ടായ്മയായിരുന്നു എങ്കിലും അവിടെ ചെന്നപ്പോൾ ഒരു പാസ്റ്ററാണ് അവിടെ കൂട്ടായ്മ നടത്തിക്കൊണ്ടിരുന്ന. അവിടെ ഒരു ഉപവാസ പ്രാർത്ഥനയായിരുന്നു. എനിക്ക് വഴി അറിവില്ല, ആ ദേശം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് എനിക്ക് ആ വീടറിയത്തില്ലല്ലോ. ഞാൻ ബസ്സുകാരെ ഏർപ്പാട് ചെയ്ത് ആ സ്ഥലത്തിറങ്ങി ഞാൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് വീടറിയത്തില്ല, എങ്ങോട്ട് പോകണം. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ കമ്മലും മാലയിടാത്ത ഒരു സഹോദരി എൻ്റെ മുന്നേ പോകുന്നു. ഞാൻ ഓടി അവരുടെ കൂടെ പോയി. അവർ ചെന്ന വീട്ടിൽ ഞാനും കയറി. അവിടെ ചെന്നപ്പോൾ ഈ കൂട്ടായ്മ. ഞാൻ ചെന്നപ്പോൾ മുതൽ അവിടെ നിന്ന ദൈവദാസൻ എൻ്റെ ജീവിതം മുഴുവൻ വിളിച്ചു പറയുക. ഞാൻ അവിടെ ഇരുന്ന് അലറിക്കരഞ്ഞു, ദൈവമേ ഇതെങ്ങനെ അറിഞ്ഞു, ഈ മനുഷ്യൻ എങ്ങനെ ഇതറിഞ്ഞു?
അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ ദൈവമാണ്, എൻ്റെ ദൈവമാണ് ഇത് പറയുന്നത്. ഞാൻ അവിടെ ഇരുന്ന് അലറിക്കരഞ്ഞു. അവരൊക്കെ ഓർത്തു എൻ്റെ ഭർത്താവ് മദ്യപാനിയാണ്, എന്നെ ഉപദ്രവിക്കുന്നവന് അതുകൊണ്ടാണ് കരയുന്നത്. അതല്ല, എൻ്റെ അപ്പൻ്റെ സ്നേഹം ഓർത്തിട്ടാണ്. എൻ്റെ അപ്പൻ ഇങ്ങനെ എന്നെ സ്നേഹിക്കുന്നല്ലോ, ഇതെല്ലാം എൻ്റെ അപ്പൻ അറിയുന്നുണ്ടായിരുന്നല്ലോ എന്നുള്ള ചിന്തയോടെ ഞാൻ അലറിക്കരഞ്ഞു. ഞാൻ 4 മണിയോടുകൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ എൻ്റെ ഭർത്താവ് ഈ കത്ത് വായിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഞാൻ പതിയെ നോക്കിയപ്പോൾ ദേഷ്യമൊന്നും കണ്ടില്ല. ഞാൻ വീട്ടിൽ കയറി ചെന്നു. അന്നുണ്ടായ സംഭവങ്ങളെല്ലാം എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു, അങ്ങനെ നിനക്ക് നിർബന്ധമാണെങ്കിൽ ദൂരെ എവിടെയെങ്കിലും പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ദൂരെ എവിടെയെങ്കിലും പൊക്കോളാൻ പറഞ്ഞ് ഞാൻ അന്ന് പരിചയപ്പെട്ട സഹോദരി ചിങ്ങവനത്തുള്ളതായിരുന്നു. ആ സഹോദരിയുടെ വീട്, അവർ താമസിച്ചിരുന്ന വീട് ഞാൻ തപ്പിത്തേടി അവിടെ ചെന്ന് അന്ന് അവിടെ എന്നോട് ദൂത് പറഞ്ഞായിരുന്നു, നീ അനേകർക്ക് വേണ്ടി ദെബോറയെ പോലെ ഈന്തപ്പനയുടെ കീഴിലിരുന്ന് ന്യായപാലനം ചെയ്യേണ്ടവളാണെന്ന്. എനിക്ക് ഈന്തപ്പനെ അറിയാൻ മേല, ദെബോറ എന്നാന്ന് അറിയത്തില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. 7 ദിവസം ഞാൻ ആ ദേവദാസൻ പറഞ്ഞു, നീ എൻ്റെ സന്നിധിയിൽ വേറിട്ടിരിക്കണമെന്ന്. അതും അറിയത്തില്ല. ഞാനൊരു ദേവദാസൻ്റെ വീട്ടിൽ ചെന്ന് ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ, എന്താ എൻ്റെ അർത്ഥം? അപ്പോൾ ആ ദേവദാസൻ പറഞ്ഞു, അത് സഹോദരി ദൈവസന്നിധിയിൽ ഉപസിക്കുവാനും പ്രാർത്ഥിക്കുവാനും. ഞാൻ ചോദിച്ചു, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഭക്ഷണം വെടിഞ്ഞിരിക്കണം, അങ്ങനെയാണെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവകൃപയാൽ ഞാനും എൻ്റെ മോനും, കാരണം അത് ഇരിക്കാനുള്ള കാരണം, പിറ്റേ ഞായറാഴ്ച ആ സഭയിൽ 8 പേര് സ്നാനപ്പെടുന്നുണ്ട്. അപ്പോൾ എനിക്കും ആ കൂടെ സ്നാനപ്പെടണം. കാരണം ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ സത്യം മനസ്സിലാക്കി, വിശ്വസിക്കുന്നവന് സ്നാനം ആവശ്യമാണെന്ന് ബോധ്യം വന്നപ്പോൾ ഞാൻ ആ പാസ്റ്ററുടെ സഭയിൽ, ആ പാസ്റ്റർ ദൂരെ ഉള്ള മാങ്ങാനം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളൊരു പാസ്റ്ററായിരുന്നു. അവിടെയും ഞാൻ പോയിട്ടില്ല. ബസ്സുകാരോട് പറഞ്ഞ് തപ്പി തേടി ആലയത്തിൻ്റെ താഴെ ചെന്ന് അവിടെ നിന്ന് ചോദിച്ച് കേട്ട് ഞാൻ ആ ദൈവസന്നിധിയിൽ 8:30 ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ക്ലാസ് നടക്കുന്നു. അപ്പോൾ എൻ്റെ വിചാരം, ഞാൻ പരിചയപ്പെട്ട സഹോദരി മുഖാന്തരം എൻ്റെ കുഞ്ഞിൻ്റെ ഡ്രസ്സ് കൊടുത്തു വിട്ടു. അവരവിടെ കൊണ്ട് ഭദ്രമായി സൂക്ഷിച്ചു. കാരണം സ്നാനം കഴിയുമ്പോൾ എനിക്ക് ധരിക്കണം അത്. ഞാൻ അവിടെ ചെന്നു. ഞാനും സ്നാനപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ ദേവദാസൻ പറഞ്ഞു, നടക്കുകയില്ല, നിങ്ങളെ എനിക്ക് അറിയത്തില്ല, നിങ്ങൾ അന്നെൻ്റെ സഹോദരന്മാരെല്ലാം RSS പ്രവർത്തകരാണ്. അപ്പം ഞാൻ സാഹചര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം പറഞ്ഞു, വേണ്ട, ഞാൻ സ്നാനപ്പെടുത്തുകയില്ല, നിങ്ങളുടെ സഹോദരന്മാർ RSSകാർ വന്ന് എന്നെ തല്ലിക്കൊല്ലും, ഞാൻ സ്നാനപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്നും എനിക്കറിയത്തില്ല അത് ആരാ, എങ്ങനെ ഞാനത് സംസാരിച്ചു. ഞാൻ ചോദിച്ചു, നാളെ കർത്താവായ യേശുക്രിസ്തു മടങ്ങി വന്നാൽ ഞാൻ എങ്ങനെ സ്വർഗത്തിൽ പോകും സ്നാനപ്പെട്ടില്ലെങ്കിൽ? അപ്പോൾ ചെറുപ്പക്കാരനായ ആ ദൈവദാസൻ എന്നോട് പറയാം, സഹോദരി, നിങ്ങൾ എൻ്റെ കാലെ പിടിച്ചാൽ മതി, കർത്താവ് വരുമ്പോൾ നിങ്ങൾ പൊങ്ങിപ്പോകും. ഞാൻ പറഞ്ഞു, ഇല്ല, രക്ഷ വ്യക്തിപരമായി. എവിടുന്ന് ഇന്നും എനിക്കറിവില്ല ഞാൻ എവിടുന്ന് വന്നു എന്ന്. ഞാൻ പറഞ്ഞില്ല, രക്ഷ വ്യക്തിപരമായി, എനിക്ക് സ്നാനപ്പെടണം. അപ്പോൾ ആ ദേവദാസൻ പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഭാര്യയും ഭർത്താവും കുഞ്ഞും കൂടെ ആറ്റിൽ സ്നാനപ്പെടുന്നത് ദൈവം എന്നെ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു, അത് ഈ ജന്മം നടക്കത്തില്ല, കാരണം എൻ്റെ ഭർത്താവ് അത്ര എതിരാളിയാന്ന് പറഞ്ഞു. ഇല്ല, ദൈവം അങ്ങനെയാണ് പറയുന്നത്. ഞാൻ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ടു. ഞാൻ പറഞ്ഞു, ശരി, ദൈവത്തിൻ്റെ ഇഷ്ടം അങ്ങനെയാണ്, അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് അന്ന് സ്നാനപ്പെടാതെ വളരെ നിരാശയോടെ വേദനയോടെ ഞാൻ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. പിന്നെ ഞാൻ അവിടെ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യും പിടിച്ച്, 14 വയസ്സുള്ള എൻ്റെ മോൻ്റെ കയ്യും പിടിച്ച് ഞാൻ എല്ലാ ഞായറാഴ്ചയും അവിടെ ആരാധനയ്ക്ക് കടന്നു പോകുവാൻ ഇടയായി തീർന്നു. ദൈവത്തിൻ്റെ കൃപയാൽ 4 മാസം മാത്രം ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വന്നുള്ളൂ. ഒരു ദിവസം 4 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് പറയുകയാണ്, ഞാനും വരുന്നു നിൻ്റെ കൂടെ. അങ്ങനെ ദൈവകൃപയാൽ എൻ്റെ ഭർത്താവിൻ്റെ ദൈവം എൻ്റെ കൂടെ ഇറക്കി തന്നു. ഞാൻ പോയി 1 വർഷമായി. എൻ്റെ ഭർത്താവ് വന്ന് 8 മാസമായപ്പോൾ വിശ്വസിക്കുന്നവർക്ക് അതേ സ്നാനം ആവശ്യമാണെന്ന് മനസ്സിലാക്കി ദൈവവചനം പഠിച്ചപ്പോൾ ഞങ്ങൾ ദേവദാസനോട് പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങൾക്ക് കുടുംബമായി സ്നാനപ്പെടണം. അങ്ങനെ ആ ദേവദാസൻ ഞങ്ങളെ ഒരു ആറ്റിൽ കൊണ്ടുപോയി. ദൈവത്തിൻ്റെ ആ ആലോചന പ്രകാരം തന്നെ ഞങ്ങളെ കുടുംബമായി അവിടെ സ്നാനപ്പെടുവാൻ ദൈവം ഇടയാക്കി. 1978 ഞങ്ങൾ സ്നാനപ്പെടുവാനായിട്ട് അത് ഇടയായി തീർന്നു. ഒക്ടോബർ 25 തീയതി ഞങ്ങൾ സ്നാനപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ, അങ്ങനെയാണ് ഞങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി അങ്ങനെ ഇറങ്ങി പുറപ്പെടുവാൻ ദൈവമായ കർത്താവ് കൃപ തന്നു. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്നവരാണ് ദൈവം. നമുക്കൊരാത്മഭാരം, ഒരു മനസ്സുണ്ടോ? ആ കുളക്കര കിടന്ന ആ രോഗിയോട് കർത്താവ് ചോദിച്ചതുപോലെ, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? ആ മനസ്സുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചാൽ, കാരണം ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു ശക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ബലത്തിന് വേണ്ടി ഞാൻ പറയുകയാണ്. നിങ്ങൾ എത്രയോ സഹോദരന്മാരെ നമ്മൾ ആഗ്രഹിച്ചിട്ട്, നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ട് വിശ്വസിച്ചിട്ട് സ്നാനപ്പെട്ടിട്ട് പലപ്പോഴും ഭർത്താക്കന്മാർ തടസ്സമായി നിൽക്കുന്നത് നിമിത്തം, അല്ലെ പ്രതികൂലങ്ങൾ നിൽക്കുന്നത് നിമിത്തം
നിമിത്തം നമ്മൾ പലപ്പോഴും ഭയപ്പെട്ട് നമ്മളെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കഴിയാതെ ഭവനത്തിൻ്റെ ഉള്ളറയിൽ രഹസ്യ വിശ്വാസികളായിട്ടിരിക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട്. എന്നാൽ കർത്താവ് പറഞ്ഞു, എൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിന്റെ പടക് കരയിൽ നിന്ന് അല്പം മാറ്റുക. നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ ദൈവം നമ്മുടെ അടുത്തേക്ക് അടുത്തു വരുന്നത്. കാരണം നീ എന്നോട് അടുത്ത് വരുവാൻ, ഞാൻ നിന്നോട് അടുത്ത് വരാം. അങ്ങനെ ദൈവത്തിന് വേണ്ടി നമ്മൾ ഒരു കാൽ മുന്നോട്ട് വെക്കുവാൻ തയ്യാറായാൽ ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെ, കാരണം നമ്മൾ മറ്റൊന്നിനു വേണ്ടിയല്ല പോകുന്നത്, നമ്മൾ ആത്മരക്ഷയ്ക്ക് വേണ്ടി, നിത്യജീവന് വേണ്ടി, സത്യദൈവത്തെ സേവിപ്പാൻ, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിപ്പാൻ നമ്മൾ കടന്നു പോകുന്ന ആ ഒരു ആഗ്രഹം, അത് ഒരു ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആഗ്രഹം, ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പോകുവാൻ ഞാൻ പലപ്പോഴും എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വചനമുണ്ട്. കാരണം വിഗ്രഹാരാധിയായിരുന്ന അബ്രഹാം, അത് തന്നെ ദൈവം വിളിച്ചു. അവൻ ആ ദേശം, അബ്രഹാമിനോട് ദൈവം പറഞ്ഞതെന്താ? നിന്റെ പിതൃദേശം, ചാർച്ചക്കാര്, ഇതിനെല്ലാം നീ വിട്ട് പുറപ്പെട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക എന്നാ പറഞ്ഞത്. അവിടെ താൻ വിഗ്രഹങ്ങളെ വിറ്റുകൊണ്ട് നടന്ന മനുഷ്യനായിരുന്നു, തൻ്റെ പിതാവ് വിഗ്രഹത്തെ ഉണ്ടാക്കുന്ന മനുഷ്യനായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ മഹാകൃപയാൽ അബ്രഹാം ദൈവം വിളിക്കപ്പെട്ട ഇറങ്ങി തിരിച്ചതുപോലെ എങ്ങോട്ടെന്നറിയാതെ അവൻ കർത്താവിന്റെ വിളിക്കനുസരിച്ച് അവൻ ആ കനാനിലേക്ക് പോയതുപോലെ തമ്പുരാന്റെ കൃപയാൽ അടിയങ്ങൾക്കും കുടുംബമായി ഇന്ന് ആ നിത്യജീവനിലേക്ക് അടുത്തു വരുവാൻ, ആ നിത്യതയ്ക്ക് പങ്കാളിയായി തീരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഞങ്ങളിങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ആ 20 വർഷം ഞാൻ എൻ്റെ വീടിൻ്റെ ഉള്ളിലിരുന്ന് അനുഭവിച്ച കഷ്ടതകൾ ഞാൻ ഓർത്തു, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നു. എന്നാൽ പിന്നത്തേതിൽ എനിക്ക് മനസ്സിലായി, കാരണം ഹല്ലേലൂയ, ആ കഷ്ടതയെല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ള വചനം പോലെ എൻ്റെ ജീവിതത്തിൽ ദൈവം കഷ്ടതയിലൂടെ, ആ തീച്ചുളയിലൂടെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവന്നു. ദൈവത്തിന്റെ മക്കളെ, എന്നെ ശ്രമിക്കുന്ന ശ്രോതാക്കളോട് എനിക്ക് പറയുവാനുള്ളത്, ഒരു ഹല്ലേലൂയ, ഒരു തട്ടാൻ, ഒരു പൊന്നിൻ കഷ്ണം തീയിലിട്ടാൽ ആ തട്ടാന്റെ കണ്ണ് ആ സ്വർണ്ണ കഷ്ണത്തിലേക്ക്, ആ തങ്ക കഷണത്തിലേക്ക് അവന്റെ നോട്ടം അതിലേക്കായിരിക്കും. അവന്റെ ശ്രദ്ധ ഒട്ടും മാറുകയില്ല. കാരണം അതിൽ നിന്ന് കീടം ഉരുകി പോകുന്നത് പോലെ ആ അഗ്നി പരിശോധനയിലൂടെ നമ്മെ ഓരോരുത്തരെയും കടത്തിവിടുമ്പോൾ യജമാനനാകുന്ന ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേലാണ്. മക്കളെ, ദൈവമേ സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടത്തിൽ അവർ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ആ പൊന്നിൻ കഷ്ണം ആ തീയിൽ അത് കിടക്കും, എടുത്ത് വെള്ളത്തിലിടും. അങ്ങനെ അത് പല തവണ ആവർത്തിച്ച് ആ പൊന്നിന്റെ കീടം നീക്കി കഴിയുമ്പോൾ അതിനെ പുറത്തെടുത്ത് അതിനെ അടിക്കും, അത് പരത്തും, അതിനെ നീട്ടും. അപ്പോഴൊക്കെ അതിന് വേദനയുണ്ടാകും. ദൈവത്തിന്റെ മക്കളെ, എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഒരു പൊന്നിൻ കഷണം ഒരു തട്ടാന്റെ കയ്യിൽ കിട്ടുന്നതുപോലെ നമ്മെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാ. താൻ സ്നേഹിക്കുന്ന മക്കളെ അവൻ തല്ലുന്നു, ശിക്ഷിക്കുന്നു. അപ്പൻ സ്നേഹിക്കാത്ത മക്കൾ അതെ ആരുള്ളൂ? ആ പിതാവായി ദൈവം നമ്മളെ സ്നേഹിക്കുമ്പോൾ കഷ്ടതയാകുന്ന തീച്ചുളയിലൂടെ നമ്മെ കടത്തിവിട്ടുകൊണ്ട് ആ സ്വർണ്ണ കഷ്ണത്തെ കീടങ്ങളിൽ നീക്കി തൻ്റെ ഹൃദയത്തിൽ അതിനെക്കുറിച്ചൊരു ഭാവനയുണ്ട്. തൻ്റെ ഭാവന പ്രകാരം, തൻ്റെ ഹിതപ്രകാരം ആ പൊന്നിൻ കഷ്ണത്തെ കീടങ്ങൾ നീക്കിയ ശേഷം അതിനെ വലിച്ച് നീട്ടി പരത്തി തൻ്റെ ഹൃദയപ്രകാരം ഒരു ഹല്ലേലൂയ അനേകർക്ക് കണ്ട് അതെ വില പറയത്തക്കവണ്ണം ഒരു ആഭരണമാക്കി എങ്ങനെ തീർക്കുന്നുവോ അതുപോലെയാണ് നമ്മെ ഓരോരുത്തരെയും അതെ ദൈവം പണിത്. കാരണം താൻ സ്നേഹിക്കുന്നു. കാരണം ആ നിർണയപ്രകാരം ദൈവത്തിന്റെ ഒരു മുൻ നിർണയമുണ്ട്, മുൻ നിയമനമുണ്ട്. അതുകൊണ്ടാണ് ദൈവം നമ്മളെ ഈ കഷ്ടതയിൽ കൂടിയൊക്കെ കടത്തിവിട്ടത്. ഞാൻ ഈ കർത്താവിനെ കണ്ട് ദൈവസന്നിധിയിൽ ആരാധിക്കാൻ പുറപ്പെട്ടപ്പോൾ അന്ന് ഞാൻ യെശയ്യാ പ്രവചനത്തിൽ അത് വായിച്ചിരുന്നില്ല. എങ്കിലും എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു വചനം, എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു ചിന്ത വന്നത് ഇങ്ങനെയാണ്. പിന്നീട് ഞാനത് വായിച്ചു. കാരണം ഒരു സ്ത്രീ പ്രസവദ്വാരത്തിങ്കിൽ വന്നിട്ട് പ്രസവിക്കാതെ ഇരിക്കുമോ? അപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഒരു സ്ത്രീ പ്രസവിച്ച് തൻ്റെ കുഞ്ഞിനെ കാണുമ്പോൾ ആ വേദനയെല്ലാം മറന്നു പോകുന്ന ഒരു അനുഭവമായിരുന്നു എൻ്റേത്. ആ കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ അവൾ കഴിഞ്ഞ സമയങ്ങളിൽ അനുഭവിച്ച വേദനയെല്ലാം മറന്നു പോകുന്നു. ആ ഒരു അനുഭവമാണ് എൻ്റെ കർത്താവിനെ ഞാൻ കണ്ടുമുട്ടിയപ്പോൾ, അവനെ സ്നേഹിക്കുമ്പോൾ, അവനെ ആരാധിക്കുമ്പോൾ, ഇതിൽ പരം എൻ്റെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ എനിക്കൊരു ഭാഗ്യ പദവി കിട്ടുവാനില്ല. ഞാൻ ആഭരണമെല്ലാം ഉപേക്ഷിച്ചു. എന്നെ അനേകർ
ഞങ്ങളുടെ സ്വന്തം ദേശത്തുള്ളവര് അതേ എന്റെ കാൽപാദത്തിന്റെ ചുവട്ടിൽ അതേ കാർഗിച്ച് തുപ്പി ചീത്ത വിളിച്ച് തെറി പറഞ്ഞു, ഇവളെ അതേ കണി കാണാൻ പോലും കൊള്ളത്തില്ല, ഇവളൊരു ഭ്രാന്തിയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് നിന്ദിക്കുകയും പഴിക്കുകയും ദൂഷിക്കുകയും ഒക്കെ ചെയ്തു. എന്നെ കണ്ടിട്ട് ഇവളെ ശകുനം കാണാൻ കൊള്ളാത്തവളാണെന്ന് പറഞ്ഞ് അടുത്ത ബസ് സ്റ്റോപ്പിൽ പോയി ബസ് കയറിയ അയൽവാസികൾ ഉണ്ടായിരുന്നു. അവിടെ എല്ലാം എൻ്റെ കർത്താവ് ഇന്ന് അതേ ഞങ്ങളെ മാനിക്കുവാൻ ഇടയായി തീർന്നു. ഒന്നുമില്ലാതിരിക്കെ സകലത്തിനെയും വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള സർവശക്തിയുള്ള ദൈവം, മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി ആ കാൽവറി ക്രൂശിൽ മരിച്ചു അടക്കി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് ഇന്നും അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ കുടുംബമായി ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ദൈവസന്നിധിയിൽ വന്ന് സ്നാനത്തിനു ശേഷം 2000 ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. ഞാൻ ഹല്ലേലൂയ അതേ 99 ദൈവത്തിന്റെ കൃപയാൽ ദൈവവചനം പഠിക്കുവാൻ 2 വർഷം പഠിക്കുവാൻ ദൈവമായ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. അത് അങ്ങനെ ആ ഒരു നിലയിൽ ഞാൻ ആയിരുന്നപ്പോൾ ഞാൻ ആരാധനയ്ക്കൊക്കെ ഇറങ്ങി തിരിച്ച് ഒരു 6 മാസം സമയമായപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. എനിക്കന്ന് അറിയത്തില്ല പ്രാർത്ഥിക്കണമെന്നോ, പ്രാർത്ഥനയ്ക്ക് പോകും തിരിച്ചു വരും കിടന്നുറങ്ങും, ഇതായിരുന്നു അന്ന് അറിവില്ലൊന്നും. ആ സമയത്ത് ഞാനൊരു ദൈവശബ്ദം കേട്ടു. അതെ, എനിക്ക് അന്നൊന്നും അറിയത്തില്ല. ഞാൻ കേട്ട ദൈവശബ്ദം ഇങ്ങനെയാണ്: രൂത്ത് ബോവസിന്റെ വയലിൽ അധ്വാനിച്ചതുപോലെ നീ എന്റെ വയലിൽ വേല ചെയ്യുക. എനിക്ക് അന്ന് രൂത്ത് എന്താ ബോവസ് എന്താന്നൊന്നും അറിയത്തില്ല, ഞാൻ ബൈബിൾ അതൊന്നും വായിച്ചിട്ടില്ല. ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. ഞാൻ നോക്കിയപ്പോൾ ആരുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ദൈവശബ്ദമാണല്ലോ അത്. അങ്ങനെ കഴിഞ്ഞ് ഞാൻ താഴെ ഇറങ്ങിയിരുന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് മനസ്സിലാകുന്നില്ല കർത്താവേ. അന്നൊക്കെ വലിയ മിനിറ്റുകൾ ഇടവിട്ട് ഞാൻ ഒരു പായും ഇട്ടപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവേ എനിക്ക് അതിൻ്റെ അർത്ഥമൊന്നും അറിയുന്നില്ലല്ലോ, ദൈവമേ എന്താണ് ശബ്ദിച്ചത്. അങ്ങനെ ഞാൻ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ ശബ്ദം ഞാൻ വീണ്ടും കേൾക്കുകയാണ്: ഞാൻ ആരെ അയക്കേണ്ടു, എനിക്കായി പോകും. ഈ ശബ്ദം കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത വേദനയുണ്ടായി. കാരണം സകല മാനവരാശിയുടെയും പാപത്തിന്റെ പരിഹാരത്തിന് അതേ തന്റെ ജീവനും രക്തവും അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന് നമ്മളെ മറുമലയായി വീണ്ടെടുത്ത് ആ സർവശക്തിയുള്ള ദൈവം തന്റെ വേദനയുള്ള ഹൃദയത്തിൽ ചോദിക്കുകയാണ്: ഞാൻ ആരെ അയക്കേണ്ടു, ആരെനിക്കായി പോകും. ഞാൻ പറഞ്ഞു, അപ്പാ എനിക്ക് അന്നൊന്നും അറിവില്ലെങ്കിലും ആ ഇറങ്ങി തിരിച്ച കാലഘട്ടമാണ്. ഞാൻ പറഞ്ഞു, അപ്പാ എന്നെ അയക്കണമേ, ഞാൻ പോകാം. കാരണം ഇന്ന് അങ്ങ് മരിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. അങ്ങ് ഉയർത്തെഴുന്നേറ്റ കൊണ്ട് അങ്ങ് എന്നെയും ഉയർപ്പിക്കും. അങ്ങയുടെ വേലയ്ക്ക് കടന്നു പോകുവാൻ, അങ്ങയ്ക്ക് വേണ്ടി പോകുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ കിടന്ന് ഞാൻ കരയുവാനിടയായി തീർന്നു. കാരണം ആ ദൈവത്തിന്റെ വേദന എൻ്റെ ഹൃദയത്തെ പിടിക്കുവാനിടയായി തീർന്നു. കർത്താവ് തന്റെ ജീവനും രക്തവും തന്നിട്ട് ആരെയും ദൈവം ഭൂമിയിൽ അതേ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ? ദൈവം ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. ആ വേദനയാൽ എൻ്റെ അപ്പൻ ചോദിക്കുകയാണ്: ഞാൻ ആരെ അയക്കേണ്ടു, ആരെനിക്കായി പോകും? ഈ വചനം എൻ്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാൻ പറഞ്ഞപ്പാ ഞാൻ പോകാം, എന്നെ അയക്കണമേ. ആ ദൈവവചനത്തിന്റെ മുൻപാകെ എന്നെ സമർപ്പിച്ച് കർത്താവിന്റെ വാക്കിന് പിന്നിൽ ഞാൻ സമർപ്പിച്ച് ഞാൻ അന്ന് മുതൽ കർത്താവിന്റെ വേല ചെയ്യുവാൻ തീരുമാനമെടുത്തു. ഞാൻ അനേക സഹോദരിമാരുടെ കൂടെ ചേർന്ന് ട്രാക്ട് കൊടുക്കുവാനും ഒക്കെ ആദ്യമൊക്കെ അങ്ങനെയൊക്കെ പോയി, ഒന്നും അറിവില്ല. ദൈവത്തിന്റെ കൃപയാല് ഇപ്പോൾ 26 വർഷമായിട്ട് കിട്ടുന്ന സമയമെല്ലാം കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവമായി കർത്താവ് കൃപ തന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ അതുപോലെ തന്നെ അനേക ഇടങ്ങളിൽ ദേശങ്ങള്, കുടുംബങ്ങള്, വ്യക്തികള്, അവരുടെ ആരാധനാ രീതികള്, അവരുടെ രോഗങ്ങള്, അങ്ങനെയുള്ള അനേക വ്യക്തികളെ ദൈവം വീട്ടുപേര് വരെ പറഞ്ഞ് എൻ്റെ കർത്താവ് ഓരോ ദേശങ്ങളിലേക്ക് അയക്കുമ്പോൾ ദേശമൊന്നും അറിയാൻ വയ്യാതെ ബസ്സുകാരോട് ചോദിച്ച് കേട്ട് അവിടെ ചെന്നിറങ്ങി അങ്ങനെ അവിടെ ചോദിച്ച് ഞാൻ വളരെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം പോലും ദൈവം വെളിപ്പെടുത്തി അങ്ങനെ കാണിച്ചു തന്ന് ഓരോ ഭവനങ്ങളിൽ ദൈവം അയച്ച് അവിടെ എല്ലാം ചെന്ന് കർത്താവിനെ കുറിച്ച് പറയുവാനും ദൈവം അയച്ചിട്ട് വന്നതാണെന്ന് പറയുവാനും ആ കുടുംബങ്ങളൊക്കെ അനേകർ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത് കാണുവാനും ദൈവമായ കർത്താവ് എനിക്ക് കൃപ തന്നു. അങ്ങനെ അതേ സ്തോത്രം, അതേ ദൈവത്തിന്റെ അതേ സ്തോത്രം. അന്ന് മുതൽ 26 വർഷമായിട്ട് കർത്താവിൻ അയക്കുന്നിടത്തോല്ലേ ഞാൻ കടന്നുപോയി. അല്ലെങ്കിൽ വീട്ടിലേക്ക് വന്നായാലും അതെ, അല്ലെങ്കിൽ പോകുന്ന വഴിയാത്രയിലായാലും ഒരു വ്യക്തിയെങ്കിലും കണ്ട് സുവിശേഷം പറയുവാൻ, ഈ സത്യദൈവത്തെ ഉയർത്തുവാൻ ദൈവമായ കർത്താവ് അടിയനെ കൃപ തന്നുകൊണ്ടിരിക്കുന്നു. അടിയനെ 2 മക്കളുണ്ട്, ഒരു ആൺമകനുണ്ട്. ആ മകൻ ദൈവകൃപയാൽ അവന് ഞങ്ങൾ ആരാധനയ്ക്കൊക്കെ ഇറങ്ങി വന്ന സമയത്ത് 1 വർഷം പോലും ആകുന്നതിന് മുൻപ് ഒരു ദിവസം വീട്ടിൽ ഞങ്ങളൊരു സ്തോത്രം ഒരു ദേവദാസന്റെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഇവിടെ നിന്നോ വന്ന ഒരു ദേവദാസൻ
എൻ്റെ തലയിൽ കൈവച്ചിട്ട് ഇങ്ങനെ ദൈവത്തിൻ്റെ ആലോചന അറിയിക്കുവാൻ ഇടയായി തീർന്നു. നിന്റെ ഏകജാതനായ മകനെ ഇസഹാക്കിന്, അബ്രഹാം തൻ്റെ ഏകജാതനായ മകനെ ഇസഹാക്കിനെ തന്നെ യാഗമായി സമർപ്പിച്ചതുപോലെ നിന്റെ ഏകജാതനെ എനിക്ക് യാഗമായി സമർപ്പിക്കുക. അങ്ങനെ യാഗമെന്ന് പറഞ്ഞാലൊന്നും എനിക്കറിവില്ല. ഞങ്ങളുടെ ആചാരപ്രകാരമൊക്കെ അത് ബലി കഴിക്കുക എന്നാണ്, അവന് ബലി കൊടുക്കുക. അപ്പോൾ എനിക്ക് ബൈബിളൊന്നും അറിയാൻ വയ്യാഞ്ഞുകൊണ്ട് ഞാൻ ആ ദേവദാസനോട് ചോദിച്ചു, അങ്ങനെ പറഞ്ഞാൽ എന്താ? പ്രാർത്ഥനയ്ക്ക് ശേഷം ചോദിച്ചപ്പോൾ പറഞ്ഞു, കുഞ്ഞിനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ ദൈവത്തിൻ്റെ വിളിയാന്ന് പറഞ്ഞു. അങ്ങനെയെന്ന് അറിയത്തില്ല. ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു, ഭർത്താവിനോട് പറഞ്ഞു, ഇങ്ങനെ കുഞ്ഞിനെ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കണം, ഇങ്ങനെ ഈ വചനത്തിലൂടെ ദൈവം സംസാരിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെ. അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു, അവനൊരു നല്ല കാര്യത്തിനല്ല, ദൈവത്തെ അറിയാനല്ലേ പോകുന്നത്, അതെനിക്ക് സന്തോഷമാണ്, അവൻ വഴിപിഴച്ച് പോവുകയില്ലല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ ആ കുഞ്ഞ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഞങ്ങൾ വിശ്വാസത്തിൽ വരാതെ എൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ഇവൻ കണ്ടുകൊണ്ടായിരുന്നിരുന്നത്. അവൻ അന്ന് എന്നോട് പറയാം, അമ്മേ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് പോകും. ഞാൻ പറഞ്ഞു, മോനെ, അന്ന് എനിക്കും അറിവില്ല. ഞാൻ ചോദിച്ചു, മോനെ കർത്താവിൻ്റെ വേല എന്ന് പറഞ്ഞ എന്താ? അതെനിക്കറിയാൻ മേലമ്മേ. ഞാൻ പറഞ്ഞു, എനിക്കും അറിയാൻ മേല. അപ്പം പറഞ്ഞു, നീ എങ്ങനെ വേല ചെയ്യും? അത് ഞാൻ പറഞ്ഞു, അച്ഛനെതിരല്ലേ? അപ്പം പറഞ്ഞില്ല, ഞാൻ സ്വന്തം കാലം നിൽക്കാറാകുമ്പോൾ ഞാൻ എൻ്റെ വേല ചെയ്യുമെന്ന് പറഞ്ഞു. അന്ന് അവൻ 8ലാ പഠിക്കുന്നത്. എന്നാൽ കൃപയാല് ഉദരത്തിൽ വെച്ച് തന്നെ ദൈവം അവനെ കണ്ടു. അങ്ങനെ അവൻ 17ാമത്തെ വയസ്സിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകുവാൻ അവൻ ഇറങ്ങി തിരിച്ചു. ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് അവന് 43 വയസ്സുണ്ട്. അവന് ആദ്യം ബൈബിൾ സ്കൂളിൽ പഠിച്ചതിന് ശേഷം വടക്കേ ഇന്ത്യയുടെ പ്രദേശത്ത് അതേ മഹാരാഷ്ട്രയിൽ 3.5 വർഷത്തോളം അതേ ചർച്ച് പ്ലാന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ടീമായി പ്രവർത്തിച്ചു. അതിനുശേഷം ബോംബെയിൽ തെരുവ് കുഞ്ഞുങ്ങളുടെ ഇടയിൽ സ്തോത്രം അതെ അവൻ കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷമായിട്ട് ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ ആന്ധ്ര, ഹൈദരാബാദ്, അത് തമിഴ്നാട് ഈ പ്രദേശങ്ങളിൽ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെ വിവാഹം കഴിച്ചു. 2 കുഞ്ഞുങ്ങളുണ്ട്. ദൈവകൃപയാൽ ആ 2 കുഞ്ഞുങ്ങൾ, മൂത്ത കുഞ്ഞ് ആൺകുട്ടിയാണ്, അഭിഷിക്ത്. അവർ ഇപ്പോൾ +2 പഠിക്കുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് അബിയ. ഞാനിത് അങ്ങനെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുവാനുള്ളൊരു കാര്യം, കാരണം ആ കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞ് പ്രായത്തിൽ തന്നെ സ്കൂളുകളിൽ ട്രാക്റ്റ് കൊണ്ട് കൊടുക്കുകയും അതേ സ്തോത്രം യൗവനക്കാരോട് സുവിശേഷം പറയുകയും സ്കൂളിൽ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ ദൈവകൃപയുള്ള ആ കുഞ്ഞുങ്ങളാണ്. ആ 2 കുഞ്ഞുങ്ങൾ അവർക്കുള്ള ഒരു കുടുംബമായി കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. എനിക്ക് മോളെ 2 കുഞ്ഞുങ്ങളുണ്ട്. അവർ ഇപ്പോൾ ദൈവസന്നിധിയിലല്ല. അപ്പോൾ ഞാനും വളരെ അതേ വിരോധമായിരുന്ന എൻ്റെ ഭർത്താവ് ഇന്ന് വളരെ തീഷ്ണതയോടെ, എത്ര അധികം വിരോധമായിരുന്നോ അത്രത്തോളം അതേ വീറോടെ അതേ എരിവോടെ ഇന്ന് കർത്താവിനെ സാക്ഷിച്ചുകൊണ്ട് അതേ ഇന്ന് താൻ കർത്താവിൻ്റെ വേല ദൈവം കൊടുക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം താനും ഈ കർത്താവിനെ ഉയർത്തുവാനുള്ള ഭാഗ്യം ദൈവം ഞങ്ങളുടെ കുടുംബത്തിന് നൽകി. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾ ഇന്ന് കുടുംബമായി കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. മാത്രമല്ല ദൈവത്തിൻ്റെ കൃപയാൽ എനിക്കും അനേക ഇടങ്ങളിൽ കടന്നു പോകുവാനും പരസ്യയോഗങ്ങളൊക്കെ നടത്തുവാനും അതിൽ വചനം പറയുവാനും അങ്ങനെ ഭവന സന്ദർശനം നടത്തുവാനും ഒക്കെ ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് അടിയനും കൃപ തന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഇത്രയും സമയം എന്നെ ശ്രവിച്ച എൻ്റെ ശ്രോതാക്കൾക്ക് ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു സാക്ഷിയായി നിൽക്കുവാൻ, സാക്ഷ്യം പറയുവാൻ ഇങ്ങനെ എന്നെ ക്ഷണിച്ച കർത്താവിൻ്റെ ദാസിയോടും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ഇത്രയും സമയം എന്നെ കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കളോട് എനിക്കൊരു കാര്യം പറയുവാനുള്ളത്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഏത് പ്രതിസന്ധിയിൽ കൂടി നാം കടന്നുപോയാലും, ഏത് കഷ്ടതയിലൂടെ നാം കടന്നുപോയാലും അതേ നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം അവൻ മറഞ്ഞിരിക്കുന്ന ദൈവമല്ല, അവൻ ജീവനുള്ള ദൈവമാണ്, സത്യദൈവമാണ്, ഏകരക്ഷകനാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ഭൂമിയിൽ അതേ ഹാലേലൂയ ആകാശത്തിൻ്റെ കീഴിൽ അതേ
മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല എന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിച്ചറിയുവാൻ ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് ആരെങ്കിലും ഞാൻ കടന്നു വന്ന പോലെയുള്ള കഷ്ടതയിൽ കൂടി കടന്നു വന്നു എങ്കിൽ, നിങ്ങൾ കഷ്ടതയിലായിരിക്കുന്നുവെങ്കിൽ എൻ്റെ ഈ സാക്ഷ്യം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ. കർത്താവിൻ്റെ നാമനിമിത്തം നിങ്ങൾ സ്തോത്രം വളരെയധികം കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും നിങ്ങൾ പിന്മാറരുത്. കാരണം നമുക്ക് വേണ്ടി ജീവനെ തന്ന, അവസാനത്തുള്ളി രക്തം വരെ ഊറ്റി തന്ന സർവശക്തനായ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെ പിന്തുടരുക എന്നുള്ളത്, ആ നിത്യജീവൻ അവകാശിയായി തീരുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യകരമായ ഒരവസ്ഥയാണ്. ഏതെങ്കിലും സഹോദരിമാർ ഭർത്താക്കന്മാരുടെ എതിർപ്പ് മൂലം ദൈവസന്നിധിയിൽ വരാൻ കഴിയാതെ ഇരിക്കുന്നുവെങ്കിൽ, നമ്മൾ കർത്താവ് നിമിത്തം, കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹല്ലേലൂയ, എൻ്റെ നിമിത്തം ജീവനെ നേടുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം അതിനെ കളയും, എന്നാൽ അതിനെ കളയുവാൻ ഇച്ഛിക്കുന്നവനൊക്കെ അതിനെ നേടും. നമ്മുടെ പ്രാണൻ വെച്ചു കൊടുക്കേണ്ടി വന്നാലും നാം ഈ കർത്താവിനെ പിൻപറ്റുവാൻ കർത്താവ് നിങ്ങളെ എല്ലാം സഹായിക്കട്ടെ. ഞാൻ ഒരു അനുഭവം കൂടെ ഞാൻ ഓർത്ത് പറയുകയാണ്, നിങ്ങളുടെ ധൈര്യത്തിന് വേണ്ടി ഞാൻ പറയുകയാണ്. ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷം, ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം, എൻ്റെ സഹോദരന്മാരൊക്കെ RSS പ്രവർത്തകരായിരുന്നല്ലോ, അവരുടെ സഹോദരന്മാരും ചില സഹോദരിമാരും ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇങ്ങനെ എന്നെ കാണുവാൻ ഇടയായി. നിങ്ങൾ ഇവിടെ ഒരു പ്രാർത്ഥന വെക്കണമെന്ന് പറഞ്ഞാണ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു സ്നാനമേൽക്കുവാൻ ഇടയായി. അപ്പോൾ അവർ പറഞ്ഞു, ഇത് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വരുന്നത്, നമുക്ക് ദൈവങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ ക്രിസ്ത്യാനികളുടെ ദൈവത്തിന്റെ പുറകെ പോയത് എന്നവർ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, സകല മാനവരാശിക്കും വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഈ കർത്താവാണ്, ജീവനുള്ള ദൈവമാണ് യേശു ക്രിസ്തു. അപ്പോൾ പറഞ്ഞു, നമുക്ക് ദൈവങ്ങളില്ലേ, എന്തുകൊണ്ട് പോയി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ക്ഷമയുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ കയറിയിരിക്കാം എന്ന് പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യം അവരോട് പറഞ്ഞു. അവർ വളരെ ദേഷ്യപ്പെട്ടാണ് അവർ കടന്നു വന്നത്. എന്നാൽ ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യം മുഴുവൻ പറഞ്ഞു തീർന്നിട്ട് എൻ്റെ കയ്യിലിരുന്ന ബൈബിൾ അവരുടെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു, നിങ്ങൾ RSSകാർക്ക് തല്ലുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്നവരാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. കാരണം എനിക്കവരെ പേടിയില്ല. കാരണം എൻ്റെ സഹോദരങ്ങളുടെ കൂടെ ജീവിച്ചു വളർന്നവളാണ് ഞാൻ, എനിക്കറിയാം ഇതെന്താണെന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ ജീവനെ എടുക്കണമെങ്കിൽ, എന്നെ കൊല്ലണമെങ്കിൽ കൊല്ലാം, പക്ഷെ ഈ കർത്താവിൻ്റെ നാമം നിമിത്തമല്ലാതെ അതിൽ നിങ്ങൾക്ക് കഴിയുകയില്ല. മാത്രമല്ല, എൻ്റെ ദൈവം അനുവദിക്കാതെ നിങ്ങൾക്ക് എന്നെ തൊടാൻ പറ്റുകയില്ല. നിങ്ങൾ എൻ്റെ ജീവൻ എടുത്താലും എൻ്റെ പ്രാണൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകും, എൻ്റെ ജഡം മാത്രമേ ഇവിടെ കിടക്കുകയുള്ളൂ. നിങ്ങൾക്ക് എന്നെ കൊല്ലണമെങ്കിൽ കൊല്ലാം, എൻ്റെ കർത്താവിന് വേണ്ടി ജീവൻ വെച്ചു തരാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ധൈര്യപ്പെട്ടപ്പോൾ, ദൈവത്തിൻ്റെ മക്കളെ ഞാൻ പറയട്ടെ, അവരെ പുലി പോലെ വന്നവർ പൂച്ച പോലെ എന്ന് പറഞ്ഞതുപോലെ അവർ എഴുന്നേറ്റ് നിന്ന് പറയുക, ചേച്ചിയുടെ തകർന്നു പോയ സമയത്ത് നിങ്ങൾക്ക് മുങ്ങി താണപ്പോൾ പിടികിട്ടിയ ഒരു കച്ചിത്തുരുമ്പാണ് നിങ്ങളുടെ യേശുവും വിശ്വാസവും. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന യേശുവിൽ തന്നെ ഉറച്ച് വിശ്വസിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുവാൻ ഇടയായി തീർന്നു. അവരിന്നും ഞങ്ങളുടെ ദേശത്തുണ്ട്, വലിയ സന്തോഷവും സ്നേഹവും ഒക്കെ ഉണ്ട്. ദൈവമക്കളെ, ഞാൻ ധൈര്യത്തിൽ പറഞ്ഞത്, അങ്ങനെ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ പലപ്പോഴും നമ്മളെ പലരും പിന്തിരിപ്പിക്കുവാനൊക്കെ നോക്കും. അവിടെയൊന്നും പതറിപ്പോകാതെ കർത്താവിൻ്റെ ആത്മാവിനാൽ നമ്മൾ ധൈര്യപ്പെട്ടുകൊണ്ട് അവരോട് നമ്മുടെ സാക്ഷി നമ്മൾ ഉറച്ചു നിന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവം നമ്മളെ മാനിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് ഞങ്ങളുടെ ആ ദേശത്ത് ഹൈന്ദവരുടെ നടുവിൽ ദേശത്ത് നിന്ന് ആദ്യ ഫലമായി വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു കുടുംബമാണ് ഞങ്ങൾ. അനേകരും പറയാറുണ്ട്, എങ്ങനെ ഇങ്ങനെ ഈ ബൈബിളും പിടിച്ച് ദേശത്തൂടെ നിങ്ങൾക്ക് നടന്നു പോകാൻ പറ്റുന്നു, നിങ്ങൾക്ക് പേടിയില്ലേ? ഇതൊക്കെ കാരണം കർത്താവിനെ കണ്ട്, കർത്താവിൻ്റെ മുഖം കണ്ട്, അവൻ്റെ ശബ്ദം കേട്ട ഒരു വ്യക്തിക്ക് പ്രാണൻ വെച്ചു കൊടുക്കേണ്ടി വന്നാലും ഒരിക്കലും പിന്മാറിപ്പോകുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ മക്കളോട്, ദൈവത്തിൻ്റെ എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് എനിക്ക് പറയുവാനുള്ളത്, പ്രാണൻ വെച്ചു കൊടുക്കേണ്ടി വന്നാലും ഈ കർത്താവിനെ നിങ്ങൾ പിന്തള്ളരുത്. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവരൊന്നും എനിക്ക് കൊള്ളാവുന്നവനല്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. ആരെങ്കിലും എങ്ങനെ പ്രയാസത്തോടെ, മടിയോടെ, സ്വാതന്ത്ര്യമില്ലാതെ നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരു കാൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് വെക്കുക. അവൻ നിങ്ങളോട് അടുത്തു വരൂ, എന്നോട് അടുത്തു വരുവിൻ, ഞാൻ നിങ്ങളോട് അടുത്തു വരും എന്നുള്ള വചനം നിങ്ങളെ ഈ കേട്ട ഈ വചനങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസി വളരെ അനുഗ്രഹീതമായൊരു സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത്. ഇനിയും കർത്തദാസിക്ക് അനേക സാക്ഷ്യങ്ങൾ പറയുവാനുണ്ട്.
എത്ര പറഞ്ഞാലും ഹല്ലേലൂയ മതി വരികയില്ല. കാരണം കർത്താവ് നടത്തുന്ന വിധങ്ങൾ അത്ര വലിയതാണ്. കർത്താവിൻ്റെ ദാസിയെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ഞങ്ങളോടൊത്ത് സമയം ചെലവഴിപ്പാൻ, തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ കർത്താവ് അവസരമൊരുക്കി അതിന് മനസ്സ് കാണിച്ച തൻ്റെ ദാസിയോടുള്ള നന്ദിയെ, സ്നേഹത്തെ ഞാൻ അറിയിക്കുകയാണ്. പ്രിയ പ്രേക്ഷകരെ, കർത്തദാസി പറഞ്ഞതുപോലെ നാം ഓരോരുത്തരും വിഭിന്നങ്ങളായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. എന്നാൽ ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി മാറിയെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ മറന്നു പോകരുത്. കാരണം ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കും. ജീവിതത്തിൽ നിരാശയുടെ പടുകുഴിയിൽ കഴിയുന്ന ആരെങ്കിലുമൊക്കെ ഈ സാക്ഷ്യം കേട്ട് ജീവനുള്ള കർത്താവിനെ അറിയട്ടെ, അവർ ക്രിസ്തുവിലേക്ക് മടങ്ങി വരട്ടെ, നിത്യത അവർക്ക് കൈമുതലായി മാറട്ടെ. ആമേൻ. ചിലരൊക്കെയും ആത്മഹത്യയുടെ വക്കിലും നിരാശയുടെ വക്കിലും ഭാരത്തിലും നെടുവെറുപ്പിലും ആയിരിക്കുമ്പോൾ ഒരു തീരുമാനമെടുക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന അവസരത്തിൽ ദൈവത്തിന്റെ കരം അവരുടെ മേൽ ചലിപ്പിച്ചുകൊണ്ട് ദൈവകൃപ വ്യാപരിപ്പിക്കുവാൻ ഈ സാക്ഷ്യം ഉതകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ ദാസിക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ സെക്ഷൻ ഇവിടെ ബൈൻഡപ്പ് ചെയ്യാം. കർത്താവെ, ഞങ്ങളുടെ അഭിഷിക്ത ദാസിക്ക് വേണ്ടി സ്തോത്രം. ഇത്രത്തോളം സ്വർഗീയ പിതാവ് സഹായിച്ചല്ലോ. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കുഴഞ്ഞ ചേറ്റിൽ കിടന്നവരായിരുന്നു, നാശകരമായ കുഴിയിൽ കിടന്നവരായിരുന്നു. ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന് ഞങ്ങളെ കർത്താവ് വിളിച്ച് വേർതിരിച്ചല്ലോ. കർത്താവിന്റെ ഉത്തമ സാക്ഷിയാകുവാൻ അങ്ങ് ഞങ്ങളെ ഇടയാക്കിയല്ലോ. അങ്ങ് ഞങ്ങളെ വിശുദ്ധീകരിച്ച് അനേകായിരങ്ങൾക്ക് ഒരു ആശ്വാസവും തണലുമായി നിർത്തിയിരിക്കുകയായി സ്തോത്രം. ഞങ്ങളുടെ ദാസിയെ ബലപ്പെടുത്തിയാട്ടെ, കുടുംബമായി അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങളുടെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന ആമേൻ മകനെ, കുടുംബത്തെ അനുഗ്രഹിച്ചാട്ടെ. പ്രത്യേകാൽ മോളെയും അങ്ങ് ഈ രക്ഷയിലേക്ക് കൂട്ടി വരുത്തിയാട്ടെ. അതിനായിട്ട് ഏൽപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ദാസിയെ, കുഞ്ഞുങ്ങളെ, ആമേൻ കർത്ത ദാസിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദയമൂലം കേൾക്കണം സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, 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 ആമേൻ. God bless you all. Maranatha.